മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം എന്ന് പറഞ്ഞാണ് 1916. ഇനി മാസം പറയാം, ഇനി ദിവസം പറഞ്ഞോ 28. എന്നാൽ നിങ്ങൾ ചില സ്ഥലത്ത് അത് ജൂലൈ 28 എന്നും കാണും. അപ്പോൾ സംശയമൊന്നുമില്ലേ, ഇറങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഡേറ്റിന്റെ കാര്യത്തിന് സംശയം തീരുമാനമായിട്ടില്ല എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഇത് നമ്മളും അമേരിക്കയും നമ്മളുടെ സമയത്തിന്റെ കാര്യത്തിലുള്ള വ്യത്യാസമാണ്. 10-11 മണിക്കൂർ സമയത്തിലുള്ള വ്യത്യാസമാണ്. അപ്പൊ അവിടെ ജൂലൈ 28 സ്വാഭാവികമായിട്ട് നമ്മുടെ ജൂലൈ 21. ഇപ്പൊ നമുക്കിവിടെ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 5 മണിയായി. ഇപ്പൊ സാഹിബിന് അവിടെ എത്രയായിട്ടുണ്ടാവുള്ളൂ? ചൊവ്വാഴ്ച രാത്രിയായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവര് തമ്മിലുള്ള സമയത്തിന്റെ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 1969 ജൂലൈ 21 നടന്ന സംഭവമാണ് നമ്മൾ ഇന്ന് പറയാം, ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും 1969 മടങ്ങി പോകും. പോയല്ലോ, പോയില്ലേ? അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഏത് വർഷം? 1960. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളിപ്പോ എത്ര വർഷം പിന്നോട്ട് പോയി എന്നൊന്ന് കണക്കൂട്ടി നോക്കാം. എത്ര വർഷം പിന്നോട്ട് പോയി? 41 വർഷം. 40 വർഷമായിട്ടുള്ളൂ, ഒരു ജനുവരി പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ 40 വർഷം മുമ്പ് നടന്ന സംഭവമാണ് നമ്മൾ ഇന്ന് പറയാം. അടുത്ത സ്വകാര്യമാണ്. 40 വർഷം പിന്നോട്ട് പോയിട്ട് നിങ്ങൾ തിരഞ്ഞു നോക്കിയാൽ കാണും. എന്താ കാരണം? നിങ്ങളൊന്നും ജനിച്ചിട്ടില്ലല്ലേ? ഞാനൊന്നും ജനിച്ചിട്ടില്ല. ഞാൻ ജനിക്കുന്ന 1973. അപ്പൊ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് നമ്മൾ ഇന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ സംഭവിച്ചൊരു കാര്യം നമ്മൾ ഇന്ന് രാവിലെയാണ്. ഏതെല്ലാം രീതിയിൽ അറിയാം? പത്രം, റേഡിയോ, ടെലിവിഷൻ. എങ്കിൽ സാധാരണക്കാരായ നമ്മളൊക്കെ വാർത്ത അറിയാൻ വേണ്ടി ആദ്യകാലത്തോട്ട് ആശ്രയിക്കുന്ന സാധനം ഏതാ? പത്രമാണ്, അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ പത്രമെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ പോയിട്ട് പത്രം വായിക്കാം. അത് നമ്മൾ പഠിക്കുന്ന നമ്മുടെ അയൽവീട്ടിൽ പോയിട്ട് പത്രങ്ങൾ നോക്കാം. അതിൽ വരുന്ന വഴി വല്ല കടയുടെ തിണ്ണയിലും പത്രം ഉണ്ടെങ്കിൽ നമുക്ക് മറിച്ച് നോക്കാം. പത്രങ്ങളാണ് സാർവത്രികമായിട്ട് നമ്മൾ വാർത്ത അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏക മീഡിയ. അങ്ങനെയാണെങ്കിൽ 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ദിവസത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരണം? 1969 ജൂലൈ 22. അങ്ങനെ 1969 ജൂലൈ 22 ഈ ലോകത്തിറങ്ങിയ എല്ലാ പത്രങ്ങളെയും പ്രധാനപ്പെട്ട വാർത്ത മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് തന്നെയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത ആവാൻ കാരണം? അതായത് മനുഷ്യൻ ഇന്നേ വരെ ചെയ്യാത്തൊരു സംഭവം ചെയ്താലുകൊണ്ട്. അല്ല, നിങ്ങൾ വൈകുന്നേരം സ്കൂളിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾ വന്നൊരു സൈക്കിൾ ഇടിച്ചാൽ നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്ത ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്, അല്ലേ? കാരണം അതുപോലെ നിസ്സാരമായ സംഭവങ്ങൾ എന്നും സംഭവിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ഇന്ത്യ മഹാരാജ്യത്തും ഒരുപാട് പത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ കൊച്ചു കേരളത്തിലും ഒരുപാട് പത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഈ പത്രങ്ങളെയും എല്ലാം പ്രധാനപ്പെട്ട വാർത്ത അന്ന് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് തന്നെയായിരുന്നു. അത് മലയാളത്തിലെ പ്രധാനപ്പെട്ട 2 പത്രങ്ങളും മലയാള മനോരമയും മാതൃഭൂമിയാണ്. ഈ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് തന്നെയായിരുന്നു. ആയിരുന്നോ? നിങ്ങൾ പറയാം നിങ്ങളത് ജനിച്ചിട്ടില്ല എന്നല്ല നേരത്തെ പറഞ്ഞത്. ആയിരിക്കാം, അത്രേ പറയാൻ പറ്റുള്ളേ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള 41 വർഷം പഴക്കമുള്ള 1969 ജൂലൈ 22 ഒരു പത്രം ഞാൻ നിങ്ങളെ കാണിക്കുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഞാനതല്ല, കാരണം അത് എന്നെക്കാളും നിങ്ങളെക്കാളും പ്രായം. ഇപ്പൊ തന്നെ അത് ഏകദേശം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ രൂപത്തിലാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ പിന്നെ തീരെ ബാക്കി ഉണ്ടാവില്ല, അതൊന്നും ചോദിക്കണ്ട, തരില്ല. 40 വർഷം പഴക്കമുള്ള മാതൃഭൂമി ദിനപത്രം. വളരെ ആദരവോടെ നോക്കണം, മൂത്തവരെ ബഹുമാനിക്കണം, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടോ? 40 വർഷം പഴക്കമുള്ള മാതൃഭൂമി ദിനപത്രം. പത്രത്തിന്റെ ഹെഡിങ് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ചെന്നിറങ്ങി നടന്നു. ആംസ്ട്രോങ്ങും മാർട്ടിനും മാതൃവാഹനത്തിലേക്ക് മടങ്ങുന്നു. അമേരിക്കൻ ബാഹ്യാകാശചാരികളുടെ മഹത്തായ വിജയം. ലോകോത്പത്തിക്ക് ശേഷം മനുഷ്യൻ ആദ്യമായി ഇന്ന് രാവിലെ ചന്ദ്രനിൽ തന്റെ പാദമുദ്ര പതിപ്പിച്ചു എന്നൊരു വാർത്ത. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം ഇവർ തിരിച്ചു ഭൂമിയിലെത്തി. ഇവർ ഭൂമിയിലെത്തിയ തൊട്ടടുത്ത ദിവസത്തെ പത്രം 1969 ജൂലൈ 27. വാർത്ത വീണ്ടും വായിക്കാം. ചന്ദ്രനിറങ്ങിയ അമേരിക്കൻ ബഹിരാകാശ യാത്രികർ തിരിച്ചെത്തി. ആംസ്ട്രോങ്ങും മാർട്ടിനും കോളിൻസും ഭദ്രമായ ശാന്ത സമുദ്രത്തിലിറങ്ങി. ഈ യുഗത്തിലെ ഏറ്റവും പ്രസിദ്ധരായ വീരസാഹസികർക്ക് അത്യുജ്വല സ്വീകരണം. പത്രം കണ്ടല്ലോ, വാർത്ത നമ്മൾ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇനി പത്രം കണ്ട സ്ഥിതിക്ക് എന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ചോദിക്കുക, ഈ പത്രം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്നാ ചോദ്യം, അല്ലേ? എന്റെ ഫാദർ എന്നെ പോലെ സ്കൂളിലെ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന പത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം. ഞാൻ 1989 ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ പത്രങ്ങൾ എന്റെ കയ്യിൽ കിട്ടുന്നത്. ഈ പത്രങ്ങൾ വായിച്ച് അന്ന് തൊട്ടാണ് ഈ വിഷയത്തെ പറ്റി പഠിക്കാൻ വേണ്ടി എനിക്ക് ചെറിയ താല്പര്യം തോന്നിയതും അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞു. നാസ കേട്ടില്ലേ?
നമ്മുടെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അതായത് അമേരിക്കയ്ക്ക് വേണ്ട വിമാനങ്ങൾ നിർമ്മിക്കുക, അവരുടെ ബഹിരാകാശ യാത്രകൾ സംഘടിപ്പിക്കുക, ഇതാണ് നാസയുടെ ജോലി. നാസയുടെ മീഡിയ റിസോഴ്സ് സെന്റർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെ ഗവേഷണം നടത്താൻ താല്പര്യമുള്ള ടീച്ചേഴ്സിന് അതിനുവേണ്ട മെറ്റീരിയൽസ് നൽകുന്ന നാസയുടെ വിഭാഗം. അതിൽ 1991 തൊട്ട് ഞാനൊരു മെമ്പറാണ്. അവിടെ എന്ത് പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ നാസ എനിക്ക് അയച്ചതുകൊണ്ടേയിരിക്കും. അപ്പൊ നാസയുമായുള്ള ബന്ധം ഏകദേശം പിടുത്തം കിട്ടിയല്ലോ. അതുകൊണ്ട് വീട്ടുകാരും നാട്ടുകാരും ഇപ്പൊ എന്നെ എന്താ പറയില്ല അറിയോ? നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗഫൂർ മാഷ് ആകെ നാസായി പോയി. അത് രണ്ടാമത്താണ് നാട്ടുമ്പുറ ഭാഷയിൽ നാസായി പോയി ഞങ്ങളൊക്കെ പറയും ആള് മോശമാണെന്നല്ലേ. രണ്ടാമത്തെ ആരെ പുറകെ പോയി? നാസയുടെ പുറകെ പോയി. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വളരെ രസകരമായൊരു സംഭവമാണ്. ഇനി നമുക്ക് പോവാം. എങ്ങോട്ട്? നാസയിലേക്കല്ല, നമ്മൾ അതിന് ദൂരേക്കാ പോകും. ചന്ദ്രനിലേക്കാണ് പോകും. ഇനി ബോർഡ് ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് വേഗത കൂട്ടി പറയും, കാരണം നമ്മുടെ സമയത്തിന്റെ പ്രയാസം കാരണം. ഇത് നമ്മുടെ ഭൂമിയാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഇതാര് എന്നതാണ് എന്റെ ചോദ്യം. ആരാ? ഞാൻ സൂര്യനെ വരച്ചതാണെങ്കിലും അല്ലാതെ നിങ്ങളെങ്ങനെ പറയാം വരച്ചാണ് ഞാനല്ല. അപ്പൊ ഞാൻ പറയണം ഞാൻ എന്തുകൊണ്ടാണ് വരച്ചതല്ലേ? നിങ്ങളെ ചന്ദ്രൻ എന്ന് പറയാനുള്ള കാരണം ഞാൻ അങ്ങ് പറഞ്ഞുതരാം. മാഷിന് ചന്ദ്രനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഭൂമി വരച്ചു കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കാൻ സാധ്യത ഒന്നും അല്ലേ? അതിന് 8ാം ക്ലാസ്സിൽ നിർത്തണ്ട, 2ാം ക്ലാസ്സിലെ കുട്ടികൾ പോരാ. കുറച്ചുകൂടെ നല്ലൊരു ഉത്തരം പ്രതീക്ഷിച്ചു. എന്തുകൊണ്ട് നിങ്ങൾ സൂര്യൻ എന്ന് പറയാം, ചന്ദ്രൻ എന്ന് പറയും? അമ്മ പറഞ്ഞു. അപ്പൊ സൂര്യനാ വലുതാണ്. അപ്പൊ എനിക്ക് സംശയം, നട്ടുച്ചക്ക് നമ്മൾ മേലോട്ട് നോക്കിയാൽ കാണുന്ന സൂര്യന്റെ അതേ വലിപ്പം തന്നെ ഉള്ളൂ. നട്ടപ്പാതിരക്ക് മേലോട്ട് നോക്കിയാൽ കാണുന്ന ചന്ദ്രൻ അപ്പൊ രണ്ടു ഒരേ വലിപ്പമല്ല. അപ്പൊ പറഞ്ഞ തെറ്റല്ലേ? നല്ല ഉത്തരം. സൂര്യൻ ഒരുപാട് അകലെയാണ്, അതുകൊണ്ട് വലുതാണെങ്കിലും ദൂരം നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും. ചന്ദ്രൻ ഭൂമിയുടെ അടുത്താണ്, അതുകൊണ്ട് ചെറുതായതുകൊണ്ട് ചെറുതായിട്ടാണ് തോന്നും. അപ്പൊ ആരാൻ തീരുമാനിച്ചു? അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് ഭൂമിയെക്കാളും വലിയൊരു ഗോളമാണ് സൂര്യൻ എന്ന് പറഞ്ഞു. ഒരാൾ ചോദിക്കാൻ നിങ്ങളോട് ഏകദേശം ഭൂമിയുടെ എത്ര ഇരട്ടി വലിപ്പം വരും സൂര്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? 12 ലക്ഷം ഇരട്ടി വലിപ്പം വരും സൂര്യൻ എന്ന് നിങ്ങൾ പറയും അല്ലേ? അങ്ങനെയുള്ള ഈ സൂര്യനെ ചുറ്റുന്ന ഗോളങ്ങളെ നമ്മൾ എന്ത് പറയും? ഗ്രഹങ്ങളെ ചുറ്റുന്ന ഗോളങ്ങളെയോ ഉപഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ആര്? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചന്ദ്രൻ ഭൂമിയെക്കാളും ചെറുതായി പോയത്? സൂര്യനെക്കാളും ചെറുതാണ് ഗ്രഹങ്ങൾ, കാരണം സൂര്യനെക്കാളും ചെറിയ സൂര്യനെ ചുറ്റുന്ന ഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചന്ദ്രൻ ഭൂമിയെക്കാളും ചെറുതായി? ഭൂമിയുടെ ഉപഗ്രഹത്തിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ 12 ലക്ഷം ഭൂമികളെ സൂര്യനിൽ ഉൾക്കൊള്ളുമെങ്കിൽ എത്ര ചന്ദ്രന്മാരൊക്കെ ഉള്ളൂ നമ്മുടെ ഭൂമി എന്നറിയോ? 4 ചന്ദ്രന്മാരൊക്കെ ഉള്ളൂ നമ്മുടെ ഭൂമി. അപ്പൊ വലിപ്പത്തിന്റെ കാര്യത്തിൽ ഭൂമിയുടെ 1/4 ആയിരിക്കുള്ളത് ചന്ദ്രനെ. അങ്ങനെ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ. അതുകൊണ്ട് ഭൂമിയുടെ മകളായിട്ടാണ് നമ്മൾ ചന്ദ്രനെ കണക്കൂട്ടുക. പക്ഷെ അപ്പോഴാണ് പെൺകുട്ടികൾക്ക് അന്ന് ഭയങ്കര പരാതി. എന്താ അവസ്ഥ? മകളാണെന്ന് പറയാൻ ആണിന്റെ പേര് ചന്ദ്രൻ എന്ന് കൊടുത്തും ചെയ്യും. ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് പെൺകുട്ടികൾക്ക് സമാധാനം വേണ്ടി ചന്ദ്രന് മറ്റൊരു പേര് കൊടുത്തു, അമ്പിളി എന്നുള്ള പേരുള്ളൂ. ആണ് നിങ്ങളൊക്കെ അമ്പിളി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാടോ? ചന്ദ്രൻ എന്ന് പറയാം. എന്നാലും ഭൂമിയുടെ സന്തതിയാണ് ആര്? അമ്പിളി അല്ലെങ്കിൽ ചന്ദ്രൻ. അപ്പൊ ഈ ഭൂമിയിൽ നിന്നും ഈ ചന്ദ്രനിലേക്കാണ് ഇന്ന് നമുക്ക് പോകേണ്ടത്. സ്ഥലം നമ്മൾ തീരുമാനിച്ചു. ഏതാ? ചന്ദ്രൻ. ഇത് നമുക്ക് വേണ്ട ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് എത്ര ദൂരമുണ്ട് എന്നൊന്നും അറിയാം. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം 3,84,400 കിലോമീറ്റർ. അപ്പൊ ഇത്രയും ദൂരം കടന്നിട്ട് വേണം നമുക്ക് എവിടെ എത്താൻ? ചന്ദ്രനിലെത്താൻ. അപ്പൊ സ്ഥലം തീരുമാനിച്ചു, ദൂരം നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് വേണ്ടി പോവാനുള്ള വാഹനങ്ങളെ പറ്റി ആലോചിക്കാം. ബസ്, കാറ്, ലോറി, ജീപ്പ്, ഓട്ടോറിക്ഷ, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ ഇത്തരം വാഹനങ്ങളെ പറ്റി നമ്മൾ ഒരിക്കലും ചന്ദ്രനിലേക്ക് പോകാൻ ആലോചിക്കാറില്ല. എന്താ കാരണം? അവയെല്ലാം കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ്, ആകാശത്തിലൂടെ പറക്കില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ ആകാശത്തൂടെ പറക്കുന്ന ഒരു വിമാനത്തിൽ നമുക്ക് ചന്ദ്രനിലേക്ക് പോയിക്കൂടെ? പറ്റില്ല, ചന്ദ്രൻ എയർപോർട്ട് ഇല്ലേ അല്ലേ? അതുകൊണ്ടാണ്. അല്ല, ഇനി വിമാനം അത്ര ഉയരത്തിൽ പറക്കില്ല, അതിന് ഇന്ധനം കൊള്ളില്ല, ചൂട് വാങ്ങില്ല, വേഗത പോരാ, ഈ ആദ്യ സംസ്ഥാനങ്ങൾക്കൊന്നും ഇപ്പൊ അവസരമില്ല. കാരണം ശബ്ദത്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ കണ്ടെത്തിയ കാലം. ചേമ്പിന്റെ അടിയിൽ വെള്ളം ഒഴിച്ചാൽ തെറിച്ചു പോണ പോലെ അനുഭവപ്പെട്ടാൽ തെറിച്ചു പോണ അത് വിമാനങ്ങളുടെ കാലം. അപ്പൊ ഇതൊന്നും പ്രശ്നമേ അല്ല, വളരെ നിസ്സാരമായ സംഭവമുണ്ട്. എന്തുകൊണ്ടൊരു വിമാനം ഉപയോഗിച്ച് ചന്ദ്രനിലേക്ക് പോയിക്കൂടാ? വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കല്ലേ, ഭൂമിയിൽ നിന്ന് ചെറിയ കാര്യങ്ങൾ ആലോചിക്ക്. വായുവില്ലാത്തൊരു ലോകം കടന്നിട്ട് വേണം നമുക്ക് എവിടെ എത്താൻ? ചന്ദ്രനെത്താൻ. അപ്പൊ ഈ വായുവും വിമാനവും തമ്മിലുള്ള ബന്ധം, വായുവിലൂടെ മാത്രമേ വിമാനങ്ങൾ പറക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റും വായു ഉണ്ടല്ലോ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭൂമിയെ ഈ വായുമണ്ഡലം ഒരു പുതപ്പ് പോലെ ഇങ്ങനെ പൊതിഞ്ഞു നിർത്തിയതാണ്. വെള്ളത്തിലൂടെ മത്സ്യങ്ങൾ സഞ്ചരിക്കുന്ന പോലെയാണ് ഞാൻ നിങ്ങളൊക്കെ ഭൂമിയിലൂടെ നടക്കുന്നത്. മത്സ്യങ്ങളുടെ മുകളിൽ മുഴുവൻ വെള്ളമാണെങ്കിൽ നമ്മുടെ മുകളിൽ മുഴുവൻ എന്താണ്? വായുവാണ്. അങ്ങനെ ഭൂമിയുടെ ഈ വായുമണ്ഡലം ഏകദേശം 102 കിലോമീറ്റർ മുകളിൽ വരെ ഭൂമിക്ക് അന്തരീക്ഷം ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ കണക്ക്. അങ്ങനെയാണെങ്കിൽ 102 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് വായുവില്ലാത്ത ലോകമാണ് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയും. എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഈ വായുമണ്ഡലം
ഈ 100 അല്ലെങ്കിൽ 102 കിലോമീറ്ററിനകത്ത് അവസാനിച്ചു. എന്തുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് വായുമണ്ഡലം ഉണ്ടായില്ല? ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിലേക്ക് പിടിച്ചു വലിക്കുന്നു, കൂട്ടത്തിൽ ആരെയും പിടിച്ചു വലിക്കുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം ഇപ്പൊ ഉറപ്പിക്കണം, ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഈ പ്രത്യേകത ഭൂമിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങൾക്കും ഗുരുത്വാകർഷണ ബലമുണ്ട്. ഗോളത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ഗുരുത്വാകർഷണം കൂടും, വലിപ്പം കുറയുമ്പോൾ ഗുരുത്വാകർഷണം കുറയും. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പരിധി നമുക്ക് ഏകദേശം കണക്കാക്കാൻ 102-108 കിലോമീറ്റർ വരെയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ വസ്തുക്കളെയും പിടിച്ചു വലിക്കുവാനുള്ള കഴിവ് ചന്ദ്രനുണ്ടോ? ഇല്ലേ? ആര് പറഞ്ഞു? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഉണ്ട്. എന്നാൽ ചന്ദ്രന് ഏകദേശം തന്നെ 28-30 കിലോമീറ്റർ മുകളിൽ വരെയുള്ള വസ്തുക്കളെ പിടിച്ചു വലിക്കാനുള്ള കഴിവ് ചന്ദ്രനുണ്ട്. കറങ്ങുന്ന കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, ഭൂമിയിലേക്ക് ഏതായാലും വരില്ല, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ 28 കിലോമീറ്ററിനകത്താണ് നമ്മളൊരു വസ്തുവിനെ കൊണ്ടുപോയിട്ട് വെക്കുന്നതെങ്കിൽ അത് എങ്ങോട്ടാ വീഴുക? ചന്ദ്രനിലേക്ക് വീഴും. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ 102 കിലോമീറ്ററിന് മുകളിലും ചന്ദ്രന്റെ ഈ 28 കിലോമീറ്ററിന് ഇടയിലുള്ള ഈ വിശാലമായ ലോകത്തെയാണ് നമ്മൾ എന്താ പറയാ? ശൂന്യാകാശം അല്ലെങ്കിൽ ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് നമ്മൾ പറയും. അപ്പൊ ഈ സ്പേസിന്റെ തുടക്കം നമ്മുടെ ഭൂമിയുടെ എത്ര മുകളിൽ കണക്കൂട്ടുന്നത്? 102 കിലോമീറ്റർ. അതിന്റെ ആദ്യത്തെ അവസാനം ചന്ദ്രന്റെ 28 കിലോമീറ്റർ. ഈ 28 കിലോമീറ്റർ അടുത്തേക്ക് കിടന്ന പിന്നെ സ്പേസ് ആണോ? അല്ല, ചന്ദ്രന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡാണ്. ഈ 102 കിടന്ന പിന്നെ സ്പേസ് ആണോ? അല്ല, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ്. അപ്പൊ ഇതിനിടയിലുള്ള വിശാലമായ ലോകത്തെയാണ് നമ്മൾ എന്താ പറയാ? സ്പേസ് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ഈ സ്പേസിൽ 2 പ്രത്യേകതകൾ ഉണ്ടാവും. ഒന്ന്, അവിടെ എന്തില്ല? വായുവില്ല. രണ്ടാമത്തെ പ്രത്യേകത, ഒരു വസ്തുവിനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ ആ വസ്തു അവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ആ വസ്തുവിന് എന്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണമായിട്ട് ഈ ചോക്ക് ഞാൻ ഇവിടെ വെച്ചാൽ ഒരിക്കലും നിൽക്കില്ല. ഞാൻ കൈയെടുത്താൽ ഈ ചോക്ക് താഴേക്ക് വീഴും. കാരണം ഈ ചോക്കിനെ ഭൂമി താഴേക്ക് പിടിച്ചു വലിക്കുന്നു. അതുകൊണ്ട് ഈ ചോക്കിന് എന്തുണ്ട്? വെയിറ്റ്, മാസ്, ഭാരം എന്നൊക്കെ പറയും. അപ്പൊ ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പറയാം, ഭൂമി എത്രയാണോ ആ വസ്തുവിനെ താഴേക്ക് പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നത് അതാണ് ആ വസ്തുവിന്റെ ഭാരം. എനിക്ക് 60 കിലോ ഭാരമുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മാഷുള്ള ചാപ്പാടാണെന്ന് മനസ്സിലായില്ലേ? അത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഭൂമി എന്നെ 60 കിലോക്ക് സമമായിട്ട് താഴേക്ക് പിടിച്ചു വലിക്കുന്നു, അതായിരിക്കും എന്റെ ഭാരം. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു 30 കിലോ, ഒരു 30 കിലോ വെയിറ്റ് ഉള്ളൂ കരുതുക. കാരണം എന്താ? ഭൂമി നിങ്ങൾ അത്രേ താഴേക്ക് പിടിച്ചു വലിക്കുന്നു എന്ന് കരുതി സമാധാനപ്പെടുക, അല്ലെ? ഒരു പറന്നടക്കുന്ന അപ്പൂപ്പന്താടിക്ക് 2 ഗ്രാമേ തൂക്കുള്ളൂ. കാരണം അപ്പൂപ്പന്താടി ഭൂമി അത്രേ താഴേക്ക് പിടിച്ചു വലിക്കുന്നുണ്ടാവുള്ളൂ. എന്നാൽ ഒരു ആനക്ക് 1000 കിലോയുടെ മേലെ തൂക്കേണ്ട. കാരണം ആനയെ ഭൂമി അത്രയും താഴേക്ക് പിടിച്ചു വലിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളും അപ്പൂപ്പന്താടിയും ആനയും ഭൂമിയുടെ 461 അല്ലെങ്കിൽ 102 കിലോമീറ്റർ മുകളിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഭാരം പിന്നെ എത്രയാ? 0 ആണ്. എനിക്ക് ഭാരമില്ല, നിങ്ങൾക്ക് ഭാരമില്ല, അപ്പൂപ്പന്താടിക്ക് ഭാരമില്ല, ആനക്ക് ഭാരമില്ല. എനിക്കൊരു വിരൽ കൊണ്ട് നിങ്ങളെ പൊക്കാം. അതേ ശക്തിമായി നിങ്ങൾക്ക് എന്നെയും പൊക്കാം. അതേ ശക്തിമായി നമുക്കൊരു അപ്പൂപ്പന്താടിയും പൊക്കാൻ. അതേ ശക്തിമായി നമുക്കൊരു ആനയെയും പൊക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊരു വീഡിയോ നിങ്ങൾ അവസാനം കാണിക്കണമെന്ന് കരുതുന്ന സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു സമയത്തേക്ക് മാറ്റാം. അങ്ങനെയാണ് നമുക്ക് 1-2 കാര്യങ്ങളെ പറ്റി, ശൂന്യാകാശത്ത് പോയിട്ട് ഈ വാഹനത്തിനകത്ത് ഉണ്ടാകുന്ന തമാശകളെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ക്ലാസ് റൂം ഒരു ശൂന്യാകാശ വാഹനമാണ് കണക്കൂട്ടുന്നത്. ഇനി സൈഡിലേക്കും മുകളിലേക്കും നോക്കേണ്ട ഇതേമാതിരി വാതിലും ജനലും തുറന്നിട്ടൊരു സാധനമാവില്ല. വളരെ അടച്ച് ഭദ്രമാക്കിയതാണ്. നിങ്ങൾ ഇരിക്കുന്ന സീറ്റും അതിൽ ഉറപ്പിച്ചതാണ്. നിങ്ങൾ അതിലിരിക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു. റെഡി? നമ്മുടെ ക്ലാസ് റൂം ശൂന്യാകാശത്തേക്ക് പോകുന്ന തുടങ്ങാണ്. അങ്ങനെ പോയി നമ്മൾ ഭൂമിയുടെ 461 കിലോമീറ്റർ മുകളിലെത്തുന്നതോടുകൂടി നമ്മൾ ഭൂമിയുടെ ഗുരുത്വാകർഷ ബലത്തെ അതിജീവിച്ചു. പിന്നെ എന്റെ നിങ്ങളുടെ ഭാരം എത്രയാ? പിന്നീട് ചോദ്യം ഇതാണ്, പിന്നെ നിങ്ങൾ ആ സീറ്റിൽ ഇരിക്കുവോ ഞാനിവിടെ നിൽക്കുവോ എന്നാ ചോദ്യം. നിങ്ങളെന്ത് ചെയ്യും? സീറ്റിൽ നിന്ന് നേരെ അങ്ങ് പൊങ്ങും, ഞാനും നിലത്തുനിന്ന് നേരെ അങ്ങ് പൊങ്ങും. പിന്നെ നിലം തൊടാതെയാണ് അഭ്യാസങ്ങൾ അതുകൊണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കണമെങ്കിൽ ഇതേപോലെ നടക്കാൻ പറ്റുമോ? എന്താ കാരണം? എന്റെ 2 കാലും നിലത്ത് നിന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ 2 കാര്യം ചെയ്യാം. ഒന്നുകിൽ ചുമര് പിടിച്ച് എങ്ങനെയെങ്കിലും കുട്ടികളൊക്കെ പറയുന്ന പോലെ കൊത്തി പിടിച്ച് കയറി പോയി എന്ന് പറയട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്നെ പിടിച്ച് അങ്ങ് തള്ളി തന്നാൽ മതി. അപ്പൊ എന്നെ 2 കൈയും മുന്നോട്ട് നീട്ടിപ്പിടിച്ച് വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന പോലെ നിലം തൊടാതെ അങ്ങനെ ഒഴുകി പോവാം. ഇവിടെ അങ്ങനെയാണെങ്കിൽ ശൂന്യാകാശത്തിൽ കഴിഞ്ഞ ഒരാൾക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുക. ആദ്യം ഭൂമിയിൽ വെള്ളം കുടിക്കുന്ന ആളേക്ക് ഗ്ലാസ്സിൽ വെള്ളം അടിക്കാം, ചെരിച്ചു പിടിക്കാം, വെള്ളം താഴേക്ക് ആടും, വായ തുറന്ന് പിടിക്കുന്നു, വെള്ളം വായിലേക്കായി നമ്മൾ വായ അടിച്ച് നമ്മൾ വെള്ളം കുടിച്ചു. എന്തുകൊണ്ടാണ് വെള്ളം താഴേക്ക് ആടി? ഞാൻ നിങ്ങൾ വായ തുറന്ന് പിടിച്ചുകൊണ്ടാണോ? അല്ല, ആ വെള്ളത്തെയും ഭൂമി താഴേക്ക് പിടിച്ചു വലിച്ചു റെഡിയെ കൊണ്ടിട്ട് വായ വെച്ചു. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളേ. അങ്ങനെ ശൂന്യാകാശത്തിൽ കഴിഞ്ഞാൽ ഒരാൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഗ്ലാസ് നമ്മൾ തല കുത്തനെ പിടിച്ചാൽ പോലും വെള്ളം ഗ്ലാസിനകത്ത് നിൽക്കും, താഴേക്ക് ആടും. താഴേക്ക് ആടില്ല, ആ ഗ്ലാസിനകത്ത് അവിടെ നിൽക്കും. അപ്പൊ എങ്ങനെ വെള്ളം കുടിക്കാന്ന് വെച്ചപ്പോ എനിക്ക് എന്റെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി ഒരു സൂത്രം പറഞ്ഞു. ഗ്ലാസ് പിന്നെ തല കുത്തനാണ്, വെള്ളപ്പോ ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെയൊക്കെയാ. ഈ ഗ്ലാസിന്റെ പുറകിൽ ഒരു ഓട്ടയിട്ട് കൊടുത്താൽ പോലെ. അപ്പൊ വെള്ളം അങ്ങനെ മുകളിലേക്ക് ഒരു വായ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ കുട്ടികളാ അങ്ങനെ പല തമാശകളൊക്കെ പറയാക്കാൻ നടക്കാത്ത കാര്യങ്ങളാണ്. അവര് വെള്ളം കുടിക്കാൻ കഴിയും. ഈ ഗ്ലാസോ പാത്രം നിങ്ങൾക്ക് കുടഞ്ഞു കാണാൻ മതി.
പൊടിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഗ്ലാസ് പുറത്തേക്ക് ആടും, താഴേക്ക് വീഴുവോ? ഇല്ല. ഈ വാനത്തിനകത്ത് ഗോളാകൃതിയിൽ ഒരു പന്ത് പോലെ വെള്ളം ഇറങ്ങുന്നോളും, ഒരു സൗകര്യം പോലെ വായിച്ചിട്ട് കുടിക്കാൻ. അപ്പൊ ചായ കുടിക്കാൻ, കാപ്പി കുടിക്കാൻ, ഹോർലിക്സ് കുടിക്കാൻ, ഇനി കഞ്ഞിവെള്ളം കുടിക്കാൻ ഇതേ മാർഗമുള്ളൂ, പുറത്തേക്ക് വെച്ച് കുടിച്ചു പോകണം. ഇനി അടുത്ത പ്രശ്നം, ഈ ശൂന്യാകാശ് പോയി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പോയി എന്ന് അർത്ഥമുണ്ടോ? ഇല്ല. ഇവിടെ പോയി തിരിച്ചു വരുന്നവരും ശൂന്യാകാശ യാത്രികനാണ്. അപ്പൊ ഒരു 4-5 മാസമോ 10-15 ദിവസമോ തിരിച്ചു വരുന്ന യാത്രക്കാരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി അവരെ ഏറ്റവും അടുത്ത പ്രശ്നം, ഇവർക്ക് നമ്മളെ പോലെ എല്ലാ ദിവസവും കുളിക്കേണ്ടി വരും. വേണ്ടേ? ഭൂമി നമുക്ക് എങ്ങനെ വിളിക്കാം? ബാത്റൂമിൽ കയറുന്നു, പൈപ്പ് തിരിക്കും, തലയിൽ വെള്ളം വന്ന് ചാടും, ഈ ദുനിയാവിലുള്ള എല്ലാ പാട്ടും പാടി വളരെ ഹാപ്പി ആയിട്ട് നമുക്കൊക്കെ കുടിക്കാം. അങ്ങനെയാണെങ്കിൽ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ പൈപ്പ് തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് ഇടുമോ? അപ്പൊ ഭൂമിയിലുള്ള ഈ കുളി ഏതായാലും പറ്റില്ല. പിന്നെ ഒരേ ഒരു മാർഗ്ഗം, ഇവർ ഓരോരുത്തരും കട്ടിലുള്ള സ്പോഞ്ചിന്റെ കഷ്ണം അതൊരു വെള്ളത്തിൽ വെച്ച് നന്നായിട്ട് അങ്ങ് നനയ്ക്കും. എന്നാൽ അതുകൊണ്ട് ശരീരം അമർത്തി അങ്ങ് വരയ്ക്കും. എന്നാൽ തോർത്തുമുണ്ടോ തർക്കിയോ ഉപയോഗിച്ച് തോർത്തിങ് എടുക്കും. ഇത്രയാണ് ശൂന്യാകാശ യാത്രയുടെ കുളി. അവിടെ ശൂന്യാകാശ യാത്ര കുളിക്ക് നമ്മൾ പേര് പറയും സ്പോഞ്ച് ബാത്ത് എന്നാണ് പറയാം. എഴുതി വെച്ചോ, സ്പോഞ്ച് ബാത്ത്. വേഗം കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി അടുത്ത പ്രശ്നം, 4-5 മാസം അല്ലെങ്കിൽ 10-15 ദിവസം അവിടെ നിന്ന് തിരിച്ചു വരുന്നവരാന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി ഇവരെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം, ഇവർക്ക് നമ്മളെ പോലെ എല്ലാ ദിവസവും ഉറങ്ങേണ്ടി വരും. വേണ്ടേ? ഭൂമി നമുക്ക് എങ്ങനെ ഉറങ്ങാം? നിലത്ത് കിടന്നുറങ്ങാം, പായയിൽ കിടന്നുറങ്ങാം, കട്ടിലിൽ കിടന്നുറങ്ങാം, കസേരയിൽ ഇരുന്നുറങ്ങാം, ബെഞ്ചിൽ ഇരുന്ന് ഡെസ്കുമ തലവെച്ച് കിടന്നുറങ്ങാം, ബെഞ്ചിൽ കിടന്നുറങ്ങാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉറങ്ങാം. ഇനി ശൂന്യാകാശത്തുള്ള കട്ടിലോ പായലോ നിലത്തോ കിടന്ന ആളോട് നിലത്തുണ്ടാവും. ആള് നിലത്ത് ഇങ്ങനെ പൊങ്ങും, ഈ വാഹനത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകി നടക്കും, തല വാക്കിന് ചുമരുമ്പ ചെന്നങ്ങനെ ഇടിക്കും. ഉണരാനേ നേരം ഉണ്ടാവില്ല. എന്തിനു നേരം ഉണ്ടാവില്ല? ഉറങ്ങാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ ഒരു ഉറങ്ങാൻ ചെയ്തറിയോ? ഇവര് വാഹനത്തിന് ചുമരുമ്പോ വലിയൊരു ബാഗ് ഫിറ്റ് ചെയ്ത്, നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയും. അടിയോട്ട് മോൾ വലിയ സിപ്പുള്ള ഒരു ബാഗാണ്. ആ ബാഗിനകത്ത് അവരിങ്ങനെ കയറിക്കും. എന്നാൽ അടിയോട്ട് കഴുത്തിന്റെ ഒരു സിപ്പിട്ട് ആ ബാഗിനകത്ത് നിന്നിട്ട് ഇങ്ങനെ ഉറങ്ങിക്കും. ഇനി ഒരാൾ പറയാണ് എനിക്ക് നിന്നാലൊന്നും ഉറക്കം വരില്ല, എനിക്ക് കിടന്നെങ്കിൽ തന്നെ ഉറക്കം വരുള്ളൂ എന്ന് പറയാം. അങ്ങനത്തെ ഒരു പറയാൻ വേണ്ടി നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെഞ്ചിന്റെ അത്ര വീതിയിൽ 2-3 കട്ടിലുകൾ ഈ വാഹനത്തിൽ ഉറപ്പിച്ച കട്ടിലുണ്ടാവും. ആ കട്ടിലിൽ ആൾ മറന്ന് ഉടങ്ങി കിടക്കും. കിടന്നു നിൽക്കുവോ? നിൽക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ നിന്ന് ബെൽറ്റ് ഇട്ട് കൂട്ടി ഈ കട്ടിലുമായി കൂട്ടിയിട്ടാണ് കെട്ടിയത്. ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് പറ്റും? അത് നോക്കിപ്പോ ഇനി നിങ്ങൾ ക്ലാസ് റൂമിൽ ബെഞ്ചിൽ കിടന്നൊന്ന് മലർന്ന് കിടന്ന് ഉറങ്ങി തരിക. കുറച്ചു നേരം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ 2 കൈയും ചെയ്യും താഴേക്ക് തൂങ്ങിക്കിടക്കും. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ബെഞ്ചിന് വീതി ഇല്ലാത്തതും. രണ്ടാമത്, നിങ്ങളുടെ കൈനാല് താഴേക്ക് പിടിച്ചു വലിച്ചു, ഭൂമി താഴേക്ക് പിടിച്ചു. അങ്ങനെ ശൂന്യാകാശമാണ് നിങ്ങൾ ഇങ്ങനത്തെ ബെഞ്ചിൽ കിടന്നു കണ്ടാൽ നിങ്ങൾ 2 കൈയും താഴേക്ക് തൂങ്ങിക്കിടക്കാതെ മുകളിലേക്ക് പൊങ്ങിക്കാൻ സാധ്യതയുണ്ടോ? ആ മുകളിലേക്ക് പൊങ്ങിക്കില്ലേ? അപ്പൊ ശൂന്യാകാശം കിടന്നുകൊണ്ട പേടിയാക്കും. കാരണം ഇപ്പൊ വെള്ളത്തിലൊക്കെ പോയി മുങ്ങി മരിച്ചവർ നമ്മൾ കരക്കുന്നുണ്ടാക്കണം, കൈ ഇങ്ങനെ പിടിച്ച് മരിച്ചവരില്ലേ? അതേപോലെ ശൂന്യാകാശം കിടന്നുകൊണ്ട പേടിയാക്കും, മരിച്ചു കിടക്കുന്ന പോലെ. ഇനി ഒരാൾ പറയാണ് എനിക്ക് ഇങ്ങനെ കിടന്നാലും ഉറക്കം വല്ല, എനിക്ക് ഇരുട്ട് മുറിയിൽ പുതച്ച് കിടക്കുന്ന പോലെ തന്നെ ഉറങ്ങണം. അതിനും സൗകര്യമുണ്ട്. ഇവര് വാഹനത്തിന് ചുമരുമ്പോൾ ഒരുപാട് മേശയുടെ വലിപ്പങ്ങളുണ്ടാവും. ഇപ്പൊ മോർച്ചറിയിലൊക്കെ ശവം സൂക്ഷിക്കുന്ന നേരത്തുള്ള മേശയുടെ വലിപ്പം ഉറക്കാം, അതിനകത്ത് കയറി കിടക്കാം, മറ്റൊരു മേശയുടെ വലിപ്പം അടിച്ചു കൊടുക്കുക, അതിനകത്തോടെ ഉറങ്ങിക്കോളാം. കാരണം ശ്വാസം കൊണ്ടുന്ന പ്രശ്നമല്ല, കാരണം കംപ്ലീറ്റ് എയർ ടൈറ്റാ. അപ്പൊ ഉറങ്ങണമെങ്കിൽ ഇത്രയും പറയാം. ഇനി ശൂന്യാകാശം എത്തിക്കഴിഞ്ഞ ഒരാൾക്ക് അയാളുടെ പാന്റ് ഒന്ന് മാറ്റിയിടണമെന്ന് തോന്നുന്നു. കാരണം എന്താ? 4-5 മാസം അല്ലെങ്കിൽ 10-15 ദിവസം കൂടെ സ്പേസിൽ നിന്ന് തിരിച്ചു വരുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് നമ്മളെ പോലെ എല്ലാ ദിവസവും ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഭൂമിയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാലം നിലത്ത് വെച്ച് ഒരു കാലം ഈ പാന്റിന്റെ കാലിൽ ഉൾപ്പെടണം. ഇട്ടൂടെ? ശൂന്യാകാശത്തിന് 2ാമത്തെ കാലം നിലത്തുണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ ഈ രീതിയിൽ പാന്റിൽ ഏതായാലും പറ്റില്ല. പിന്നെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, പാന്റ് ഇങ്ങനെ പിടിച്ചുകൂടാം. ഇവരേതായാലും നിലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കണം അല്ലേ? നിലം തൊടാതെ എങ്ങനെയും കെട്ടിക്കോളും. അത് നമുക്ക് ആ വീഡിയോയിലൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സ്ത്രീകൾ ശൂന്യാകാശത്ത് പോയി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവസാനം വരുള്ളൂ. ഇപ്പൊ ഇതിന്നൊരു കാര്യം ഉറപ്പിക്കാം, സ്ത്രീകൾ ശൂന്യാകാശത്ത് പോയി സാരി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കരുത്, നടക്കുകയാണെന്ന് പറയാ. ഇനി പക്ഷേ പെൺകുട്ടികൾ ശൂന്യാകാശത്ത് പോയി വേറെ കുഴപ്പം കൂടി ഉണ്ട്. നിങ്ങളിപ്പോ വലിയ ഗൗരവത്തിൽ കൊണ്ടെടുക്കുന്ന സാധനമാണ് നിങ്ങൾ തലമുടി. ഈ മുടി താഴേക്ക് തൂങ്ങിക്കിടക്കാനുള്ള കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലമാണ്. അത് ശൂന്യാകാശത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഗുരുത്വാകർഷണ ഫലം അല്ലെങ്കിൽ മുടി എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് നോക്കിയിട്ട്. അതുകൊണ്ട് ശൂന്യാകാശ യാത്രയുടെ സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളെ പോലെ മുടി വെട്ടി ചെറുതാക്കിയിട്ടാ പോവുക, എന്റെ അത്രയും മുടിയാക്കിയിട്ടാ പോവുക. ഇത് മുകളിലേക്കും താഴേക്കും നല്ല തിരിച്ചറിയില്ല. അതിന് രസകരമായ ലോകമാണ് ഇവിടെ. പക്ഷേ ഞാൻ ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത 2 ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഞാൻ ചെറിയൊരു ക്ലൂ തരാം. ഇവര് 4-5 മാസം നിൽക്കുന്നവരാണെങ്കിൽ 10-15 ദിവസം തിരിച്ചു വരുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ നമ്മളെ പോലെ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടാവും, ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ക്ലൂ അത്ര മതി. യെസ്. അപ്പൊ സ്വാഭാവികം നമ്മൾ അടുത്ത ദിവസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ
മൂത്രമൊഴിക്കാണ്ടായപ്പോ എന്താ ചെയ്യല്ലേ? പേടിക്കേണ്ട. ഇവര് ധരിക്കുന്ന ഒരു കുപ്പായന്റെ അതിനെ പറ്റി കുറച്ച് വിശദമായിട്ട് പറയും. ആ കുപ്പായത്തിനകത്തൊരു ബാഗ് ഉണ്ട്, ആ ബാഗിനകത്താണ് അവര് മൂത്രമൊഴിക്കും. ആയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ആ ബാഗ് ഇന്നേ വരെ ഒരു ഒറ്റ കുട്ടിക്ക് ഒരു സ്കൂൾക്ക് കൊണ്ടുപോകാൻ കൊടുക്കില്ല. പിന്നെ അടുത്ത ദിവസം ഇത് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്ത ദിവസം ഇവർക്ക് കക്കൂസിൽ പോകാൻ തോന്നില്ല. എനിക്കും നിങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു ദിവസം 1-2 പ്രാവശ്യം കക്കൂസിൽ പോകാൻ തോന്നുന്ന കാരണം എന്താ? നമ്മൾ കഴിക്കുന്ന ആഹാര ആ രൂപത്തിലുള്ളതാണ്. ഇറച്ചി, പത്തിരി, സാമ്പാർ, അവിയൽ, പപ്പടം, പായസം, ചെറുപയർ, മുട്ട്, പരിപ്പ്, കടല ഇത്യാദി ഭക്ഷണങ്ങളെ. പക്ഷെ ഇവരെ ആഹാരം ആദ്യകാലത്ത് അതല്ലായിരുന്നു. ഗുളിക രൂപത്തിലുള്ള ക്യാപ്സൂൾ രൂപത്തിലുള്ള സാധനങ്ങളായിരുന്നു. അത് വായിലിടെ വെള്ളം കുടിച്ചോളും. അത് കുടിച്ചു കഴിഞ്ഞാൽ ഇവർക്കുള്ള വിറ്റാമിൻ ഊർജ്ജമൊക്കെ കിട്ടും. പിന്നെ അവർക്ക് തീരെ വിശപ്പുണ്ടാവില്ല. പിന്നീട് കഴിക്കുന്ന ആഹാരം ഭക്ഷണ സാധനങ്ങൾ ടൂത്ത് പേസ്റ്റ് ഇല്ലേ, പേസ്റ്റിന്റെ രൂപത്തിൽ കുഴമ്പ് രൂപത്തിലാക്കി കൊണ്ടുപോകും. എന്നിട്ട് അത് ഒരുത്തുന്നു വേണം. ഇങ്ങനെയാണ് ഈ വിസർജ്യ വസ്തുക്കൾ കുറയും സ്പേസിൽ ഭൂമിയുടെ ഗുരുത്വാകർഷ ബലമില്ലെങ്കിൽ എന്നാണ് അന്ന് കണക്കൂട്ടിയിരുന്നത്. എന്നാൽ ഇപ്പൊ ശൂന്യാകാശ യാത്ര നടത്തുന്ന ആളുകൾക്ക് അവർ ഭൂമിയിൽ ഏത് തരത്തിലുള്ള ആഹാരമാണോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതേ ആഹാരം അതേ രൂപത്തിൽ ശൂന്യാകാശം കൊണ്ടുപോയിട്ട് കഴിക്കാം. കാരണം ഇപ്പോഴത്തെ ശൂന്യാകാശ വാഹനങ്ങൾക്കകത്ത് അപ്പൊ എന്തുണ്ടാക്കിയിട്ടുണ്ടാവും? കക്കൂസ് ഉണ്ടാവുന്നില്ലല്ലേ? എന്നാൽ ഭൂമിയിൽ നമ്മൾ കക്കൂസിന് വെള്ളമാണ് ഉപയോഗിക്കുക. ശൂന്യാകാശ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് പേപ്പറേ ഉപയോഗിക്കാൻ പറ്റൂ. ഇനി അത് എങ്ങനെയെന്ന് ആലോചിച്ച് ഇപ്പൊ നേരം കണ്ടൊക്കെ വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കും ആലോചിച്ച് കുറിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോകം കടന്നിട്ടാണ് അവർക്ക് എവിടെ എത്താൻ? ചന്ദ്രനെത്താൻ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന യാതൊരു വാഹനങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശൂന്യാകാശത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മൾ റോക്കറ്റുകൾ എന്നാണ് പറയാം. എന്നാൽ മനുഷ്യനെ ചന്ദ്രനിറക്കാൻ വേണ്ടി തയ്യാറാക്കിയ റോക്കറ്റിന് പ്രത്യേക ഒരു പേര് പറയും, സാറ്റേൺ എന്ന് പറയും. 110 മീറ്ററാണ് സാറ്റേൺ എന്ന് പറയുന്ന റോക്കറ്റിന്റെ വലുപ്പം. അതായത് മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയുള്ള റോക്കറ്റാണ് ഏത്? സാറ്റേൺ. കാരണം അതിനപ്പുറത്തേക്ക് ഇന്നേ വരെ മനുഷ്യന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല. മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും പവർഫുൾ ആയുള്ള റോക്കറ്റാണ് സാറ്റേൺ. ഇതാണ് അവരന്ന് ഉപയോഗിച്ച സാറ്റേൺ എന്ന് പറയുന്ന റോക്കറ്റ്. റോക്കറ്റിന്റെ മൊത്തം വലുപ്പമാണ് 110 മീറ്റർ. ഇതിൽ ഈ റോക്കറ്റ് ഇവിടെ നിന്നിട്ട് ഇത്രയും ഭാഗം ഏകദേശം ഈ 90 മീറ്ററോളം ഈ റോക്കറ്റിന്റെ എഞ്ചിൻ മാത്രമാണ്, അല്ലെങ്കിൽ കത്തിത്തീരാനുള്ള ഭാഗമാണ്. അതായത് മുകളിലുള്ള ഈ ചെറിയ ഭാഗത്ത് കണ്ടോ, ഈ ചെറിയ ഭാഗത്ത് ഭൂമിയുടെ 102 കിലോമീറ്റർ മുകളിൽ എത്തിക്കാനാണ് ഇത്രയും വലിയ റോക്കറ്റ്. കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷത്തെ അതിജീവിച്ച് മേലോട്ട് പോകണമെങ്കിൽ വളരെ വലിയൊരു ശക്തിനമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗം പിന്നെ ബാക്കി ഉണ്ടാവും. എന്ത് പറ്റും? കത്തിക്കഴിഞ്ഞാൽ വേർപെട്ടു പോയി. പിന്നെ സ്പേസിലെത്തുമ്പോ ഇത്രയും ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് തന്നെ 2 വാഹനങ്ങൾ ഉണ്ടാകും. എത്ര എണ്ണം? ഇനി ആ 2 വാഹനങ്ങളുടെ ജോലിയാണ് ഞാൻ പറയാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ അവരിവിടെ എത്തിയിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ വാഹനത്തിന്റെ ജോലി ഇവിടെ നിന്നും അവര് ചന്ദ്രന്റെ 28 കിലോമീറ്റർ മുകളിൽ വരെ എത്തിക്കും. തീർന്നിട്ടില്ല. ആ വാഹനത്തിന് മറ്റൊരു ജോലി കൂടെ ഉണ്ട്. ചന്ദ്രനിൽ ഇറങ്ങി തിരിച്ചു വരുമ്പോ ഇവിടെ നിന്നും അവരെ തിരിച്ച് ഭൂമിയിൽ എത്തിക്കുക. ഇത്രയുമാണ് ഒന്നാമത്തെ വാഹനത്തിന്റെ ജോലി. അപ്പൊ രണ്ടാമത്തെ വാഹനത്തിന്റെ ജോലി എന്ത്? വേഗം പറയാം. ഇവിടെ നിന്നും ചന്ദ്രൻ ഇറങ്ങാം പോരാ, ഒരു ജോലി കൂടെ വേണം. ഇവിടെ തിരിച്ചവരെ 28 കിലോമീറ്റർ മുകളിൽ തിരിച്ചെത്തിക്കും. അവിടെ ഒന്നാമത്തെ വാഹനത്തെ നമ്മൾ പേര് പറയും കമാൻഡ് മൊഡ്യൂൾ എന്നാണ് പറയുന്നത്. കമാൻഡ് മൊഡ്യൂൾ. ചന്ദ്രനിൽ ഇറങ്ങാനോട് തിരിച്ചു പോകാൻ ഉപയോഗിക്കുന്ന വാഹനത്തെ നമ്മൾ ലൂനാർ മൊഡ്യൂൾ എന്നും പറയും. അപ്പൊ 2 വാഹനങ്ങളാണ്. ഒന്ന് കമാൻഡ് മൊഡ്യൂളും രണ്ടാമത്തെ വാഹനം ലൂനാർ മൊഡ്യൂളും. ഈ കമാൻഡ് മൊഡ്യൂളും ലൂനാർ മൊഡ്യൂളും കൂടിച്ചേർന്ന വാഹനത്തെ നമ്മൾ പേര് പറയും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തു പറയും? അപ്പോളോ. അപ്പൊ അപ്പോളോ എന്ന് പറഞ്ഞ 2 വാഹനങ്ങൾ കൂടിച്ചേർന്നാണ് കമാൻഡ് മൊഡ്യൂളും ലൂനാർ മൊഡ്യൂളും. ഇതാണ് അവരന്ന് ഉപയോഗിച്ച കമാൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന വാഹനം. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ ഉപയോഗിക്കുന്ന കമാൻഡ് മൊഡ്യൂൾ. ഇതാണ് ചന്ദ്രനിൽ ഇറങ്ങാനോട് തിരിച്ചു പോകാൻ ഉപയോഗിക്കുന്ന ലൂനാർ മൊഡ്യൂൾ. 2 കൂടിച്ചേർന്നാൽ എന്തായി? അപ്പോളോ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്നും പുറപ്പെടുമ്പോ ഈ അപ്പോളോ വാഹനത്തിനകത്ത് 3 യാത്രക്കാരുണ്ട്. ഇതിൽ 2 പേരാണ് ചന്ദ്രനിൽ ഇറങ്ങുന്നവർ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ അവരുടെ ജോലി എന്ത്? ഏത് വാഹനത്തിൽ ഇവർക്ക്? ലൂനാർ മൊഡ്യൂളിനെയാണോ കമാൻഡ് മൊഡ്യൂളിനെയാണോ? കമാൻഡ് മൊഡ്യൂളിനെ. കാരണം എന്താ? ഈ 2 പേര് ലൂനാർ മൊഡ്യൂളിൽ കയറി ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാനുള്ള കമാൻഡ് മൊഡ്യൂൾ ഇവിടെ നിൽക്കുന്നുള്ളൂ. അപ്പൊ തിരിച്ചു വരുന്നവരെ ഈ കമാൻഡ് മൊഡ്യൂളിനെ നിയന്ത്രിക്കുക എന്നുള്ള ജോലിയാണ് ആർക്കുള്ളത്? മൂന്നാമത്തെ ആൾക്കുള്ളത്. തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ എത്ര ആളാണ്? 2 നല്ല ആൾക്കാർ ഒപ്പം പോരാൻ പറ്റിയ ആളുകളല്ലേ? 3 പേര്. എന്നാൽ എന്നും പേര് പ്രശസ്തി ആർക്ക് മാത്രമാണ്? ഈ 2 പേർക്കാണ്. പക്ഷെ ഈ മൂന്നാമത്തെ ആളെ നമ്മൾ ആരും മൈൻഡ് ചെയ്യാറില്ല. സത്യത്തിൽ ഈ കളിയുടെ ഗോളി അയാളാണ്. അയാൾ പോസ്റ്റിൽ നിന്ന് മാറിയിരുന്ന വരുന്ന പന്തൊക്കെ ഗോളാണ്. ഉദാഹരണമായിട്ട് ഇവർ 2 പേരും ഇവിടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇയാൾക്ക് തോന്നുക ഞാൻ ഈ വാഹനമായിട്ട് ഭൂമിയിലേക്ക് മടങ്ങി പോകുന്ന ചോദിച്ചാൽ മനുഷ്യന്റെ കാര്യം എന്തും തോന്നല്ലേ?
പോന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ ഇറങ്ങിയ രണ്ടാളെ കാര്യം പിന്നെ പോക്കാം. എന്ത് പറ്റും? കൊണ്ടുപോയ കൺസ്യൂമർ വസ്തുക്കൾ കഴിഞ്ഞോടുകൂടി പിന്നെ അവിടെ മരിച്ചങ്ങ് വീണോളും. പിന്നെ ചന്ദ്രൻ പോയി മരിച്ചു കഴിഞ്ഞാൽ ശരീരം ചീഞ്ഞൊന്നും പോവില്ല. കാരണം അവിടെ സൂക്ഷ്മജീവികളായ അമീബ, ബാക്ടീരിയ തുടങ്ങിയ വികാരകരായ ജീവികളൊന്നുമില്ല. പിന്നെ എന്ത് പറ്റും? സൂര്യന്റെ ചൂടിൽ ശരീരം ഉണങ്ങിയുണ്ടാവും. പിന്നെ സൗകര്യം പോലെ ആളെ പറഞ്ഞെടുക്കുന്ന ശേഷക്രിയകളൊക്കെ പിന്നെ നടത്തിയാൽ മതി അല്ലേ? ഈ രണ്ടുപേര് ലൂനാർ മണികൾ കയറി ചന്ദ്രൻ ചെന്നിറങ്ങി. അപ്പൊ മൂന്നാമത്തെ ആളുടെ ജോലി അവർക്ക് തിരിച്ചു വരാനുള്ള വാണ്ട് ഇവിടെ നിയന്ത്രിച്ചുകൊണ്ട് നിർത്താനുള്ളതാണ്. അവനൊരു ചന്ദ്രൻ ഇറങ്ങി ഒരുപാട് പരീക്ഷണ നിരീക്ഷണമൊക്കെ നടത്തി. എന്നിട്ട് ഇവർ ചന്ദ്രൻ ഒരുപാട് വിലപ്പെട്ട വസ്തുക്കൾ ശേഖരിക്കും. എന്തൊക്കെ ചന്ദ്രന് പോകില്ല? സീഡിയപ്ലാരെ കൺവെൻഷൻ ചുരിദാർ പീറ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. എന്താ പറയുക? കല്ല്, മണ്ണ്, ചെറിയ പാറക്കഷ്ടങ്ങള്. ഇത്ര അവർ ലൂനാർ മുടിലിനകത്ത് കയറ്റുന്നു. രണ്ടുപേര് ലൂനാർ മുടിലിനകത്ത് കയറുന്നു. ലൂനാർ മുടിൽ അവരെയും കൊണ്ട് നേരെ മുകളിലേക്ക് അങ്ങ് പോകുന്നു. അങ്ങനെ 28 കിലോമീറ്റർ മുകളിലത്തുമ്പോൾ ഏതോ ആളുണ്ടാവും. കമാൻ മുടിയിലും അതിനകത്തൊരാളും. അവിടെ വെച്ച് കമാൻ മുടിയിലും ലൂനാർ മുടിയിലും പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്നു. ഈ കൂട്ടി യോജിപ്പിക്കുന്ന നമ്മൾ ഡോക്കിംഗ് എന്നാണ് പറയുന്നത്. രണ്ട് ബഹിരാകാശ വാഹനങ്ങൾ ബഹിരാകാശത്ത് വെച്ച് പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്ന ഡോക്കിംഗ് എന്നും വേർപെടുത്തുന്നതിന് അൺഡോക്കിംഗ് എന്ന് പറയും. അങ്ങനെ ഈ രണ്ട് വാഹനങ്ങൾ പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്നു. ഈ ലൂനാർ മോഡിൽ നിന്ന് രണ്ടുപേരും കമാൻ മോഡിനകത്തേക്ക് തിരിച്ചു കയറുന്നു. അവർ കൊണ്ടുവന്ന പാറയും മണ്ണും കമാൻ മോഡിനകത്തേക്ക് തിരിച്ചു കയറ്റുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ലൂനാർ മോഡിന് ആവശ്യമുണ്ടോ? ഇല്ല. ലൂനാർ മോഡിന് അവർ അതിൽ നിന്ന് വേർപെടുത്തും. അതിന് ശൂന്യാകാശം ഉപേക്ഷിക്കും. ഇപ്പൊ 3 പേര് വീണ്ടും ഏത് വാഹനത്തിനകത്തായി? കമാൻ മോഡിനകത്തായി. പക്ഷെ അവർ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്നാ മതിയോ? ഓരോ ഭൂമിയിലൊക്കെ മടങ്ങി പോകണല്ലേ? അതിന് കമാൻ മോഡിന്റെ പുറകുള്ള റോക്കറ്റ് അടിച്ച് അവർ ഭൂമിയെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ പാഞ്ഞു വരികയാണ്. പെട്ടെന്ന് ഭൂമിയുടെ ഈ 102 കിലോമീറ്റർ ഈ വായുമണ്ഡലത്തിലേക്ക് കമാൻ മോഡിൽ അങ്ങ് കടക്കുന്നതോടുകൂടി ഈ കമാൻ മോഡുകളുടെ വേഗത പെട്ടെന്ന് അങ്ങ് കുറയും. എന്തായിരിക്കും കാരണം? ഇതുവരെ യാതൊരു തടസ്സങ്ങളും കൂടാതെ കമാൻ മോഡിൽ പെട്ടെന്ന് ഭൂമിയുടെ വായുവിലേക്ക് വരുമ്പോൾ വായുമായിട്ട് ശക്തമായിട്ട് അങ്ങ് കൂട്ടിയെടുക്കാൻ തുടങ്ങും. അതിന്റെ ഫ്രിക്ഷൻ എന്നാ പറയാം. അത് അതിജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വാഹനത്തിന് പുറത്തുണ്ട്. നമുക്ക് അവസാനം പിന്നെ ഒഴിവ് ചർച്ച ചെയ്യാം. അങ്ങനെ കമാൻ മോഡുകളിനകത്ത് ഈ വായുമണ്ഡലത്തിലേക്ക് കമാൻ മോഡ് പ്രവേശിക്കുന്നതോടുകൂടി വേഗത കുറയെ മാത്രമല്ല വായുമായി ശക്തമായി കൂട്ടിയൊരുത്തി ഈ കമാൻ മോഡിന്റെ പുറത്ത് അതികഠിനമായ ചൂടാണ്ടാകും. അപ്പൊ ഭൂമിയുടെ വായുമണ്ഡലത്തിലൂടെ കമാൻ മോഡ് വരുന്നത് കണ്ടാൽ ഒരു തീകോളം പാഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഏകദേശം ഭൂമിയുടെ 17 കിലോമീറ്റർ മുകളിലെത്തുന്നതോടുകൂടി ഈ കമാൻ മോഡുകളുടെ പുറംഭാഗം ഒക്കെ അങ്ങ് തണുത്തു കഴിഞ്ഞാൽ ഈ കമാൻ മോഡുകളുടെ മുകളിൽ 3 പാരച്യൂട്ട് അങ്ങനെ വരും. പാരച്യൂട്ട് പറഞ്ഞില്ല, വേഗത കൂട്ടാനോ കുറക്കാൻ? അങ്ങനെ വേഗത കുറഞ്ഞ് ഈ കമാൻ മോഡുകൾ കടലിൽ വെള്ളത്തിൽ വന്നിട്ടും വെള്ളത്തിൽ വന്നങ്ങ് വീഴും. എന്താ കരയിൽ വന്ന് വീണാല്? പിന്നെ പോക്കുന്നുണ്ടാവില്ലേ? ഇതാണ് പാരച്യൂട്ട് എന്ന് പറഞ്ഞ കമാൻ മോഡുകൾ കടലിൽ വെള്ളത്തിൽ വന്ന് വീഴുന്നു. ഇതിനകത്ത് എത്ര പേരുണ്ട്? പോയപ്പോൾ ഈ റോക്കറ്റിന്റെ വലുപ്പം 110 മീറ്റർ. തിരിച്ചു വരുമ്പോ ഒരു 6.5 മീറ്റർ മാത്രം വലുപ്പമുള്ള കമാൻ മോഡ്യൂൾ. ബാക്കിയൊക്കെ എന്ത് പറ്റി? കുറെ കത്തിക്കഴിഞ്ഞു, കുറെ നമ്മൾ ശൂന്യാകാശം ഉപേക്ഷിച്ച് തിരിച്ചു പോകും. അങ്ങനെ ഈ കമാൻ മോഡ്യൂൾ കടലിൽ വെള്ളത്തിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഈ കമാൻ മോഡ്യൂൾ വെള്ളത്തിൽ താഴ്ന്നു പോലെ വെള്ളത്തിന്റെ മുകളിൽ അങ്ങനെ പൊങ്ങിക്കിടക്കും. എന്തായിരിക്കും കാരണം? ഇതിനകത്ത് 3 മനുഷ്യരുണ്ടല്ലേ, അതിന് ശ്വസിക്കാൻ വേണ്ടി വായു നിറച്ചു വെച്ചതാ. അപ്പൊ ഒരു എയർ ടൈറ്റ് ആയ സാധനം വെള്ളത്തിന് മുകളിൽ അങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഇവര് വന്ന് വീണ സ്ഥലത്ത് ഇവരെയും കാത്ത് അവിടെ ഒരു കപ്പൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാവും. ഇതിൽ 2 ഹെലികോപ്റ്ററുകളും തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഇവർ വന്ന് വീണ് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ ഹെലികോപ്റ്ററുകൾ വരുന്നു. അതിൽ നിന്ന് 2 മുങ്ങൽ വിദഗ്ധർ വെള്ളത്തിലേക്ക് ചാടും. മുങ്ങൽ വിദഗ്ധർ എന്ന് അറിയില്ലേ? ടിവിയിലൊക്കെ ഇഷ്ടം പോലെ കണ്ടില്ലേ? അങ്ങനെ ആര് വന്ന് ഈ കമാൻ മോഡുലിന് ചുറ്റും കാറ്റ് നിറച്ച ട്യൂബ് പോലുള്ള വട്ടത്തിലൊരു ട്യൂബ് പോലുള്ള ഒരു സാധനം അങ്ങ് ഫിറ്റ് ചെയ്യും. കാരണം ഇത് തിരമാലകളിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ മാറിയാതിരിക്കാൻ. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിതിന്റെ വാതിൽ അങ്ങ് തുറക്കുന്നു. ഈ 3 പേരെയും ഈ ട്യൂബിലേക്ക് അങ്ങ് ഇറക്കി വെക്കുന്നു. ഇതാണ് കമാൻ മോഡുകൾ കടലിൽ വെള്ളത്തില് ചുറ്റുമായി ട്യൂബുള്ള സാധനം ഫിറ്റ് ചെയ്ത് ആ 3 പേരെയും ട്യൂബിലേക്ക് ഇറക്കി വെച്ചു. കണ്ടല്ലോ? ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പലിലുള്ള 2ാമത്തെ ഹെലികോപ്റ്റർ ഇങ്ങനെ വരുന്നു. ഈ ഹെലികോപ്റ്റർ ഒന്നുള്ള കാരിങ്ങനെ ഇറക്കി കൊടുക്കും. ഈ കാരിന്റെ അടുത്ത് പോലെ കൊട്ട പോലൊരു സാധനം കേട്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ആരും ശ്രദ്ധിക്കുന്ന കിണറ്റിലെങ്ങാനും കോഴി ചാടി എടുക്കുന്ന കൊട്ടയാണല്ലേ? അതിന് ആദ്യത്തിൽ ഒരാളെ കയറ്റുന്നു, അയാളെ ഹെലികോപ്റ്ററിൽ കയറ്റി, 2ാമത്തെ ആളെ കയറ്റി, 3ാമത്തെ ആളെ കയറ്റി. 3 പേരെയും കൊണ്ട് ഹെലികോപ്റ്റർ കരയിൽ വന്നിറങ്ങി. ഇതാണ് കമാൻ മോഡുകൾ കടലിലെ വെള്ളത്തില്. ആ ഇതിൽ എടുത്തിട്ട് ഹെലികോപ്റ്ററിനകത്ത് കയറ്റുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ കപ്പൽ. അപ്പൊ ഈ 3 പേരും ഇപ്പൊ എവിടെ എത്തി? കരയിലെത്തി. അപ്പോഴും ആ മുങ്ങൽ വിദഗ്ധരേറ്റ് വന്ന ഹെലികോപ്റ്റർ വീണ്ടും പറഞ്ഞിറക്കാൻ ഇവർക്ക് വല്ല സഹായങ്ങൾ വേണം നോക്കിക്കൊണ്ട്. അവസാനം ആ കമാൻ മോഡ്യൂൾ ആ ഹെലികോപ്റ്റർ ഒന്ന് ഈ കമാൻ മോഡ്യൂളിൽ കൊടുത്തിട്ട് കൊളുത്തി ഈ കമാൻ മോഡ്യൂളും എടുത്ത് കരയിലേക്ക് കൊണ്ടുവരും. എന്തിനീ കമാൻ മോഡ്യൂൾ വെച്ച് കരയിലേക്ക് കൊണ്ടുവരുന്നത്? അതിനകത്താണ് ചന്ദ്രൻ കല്ലും മണ്ണും പറയല്ലേ? അപ്പൊ കമാൻ മോഡ്യൂളും കരയിലെത്തി. ഈ 3 പേരും കരയിലെത്തി. ഈ 3 പേരും കരയിലെത്തി കഴിഞ്ഞാൽ ഈ 3 പേരെയും വീട്ടിൽ പോവാൻ സമ്മതിക്കില്ല. 21 ദിവസം ഈ 3 പേരെയും ഒരു ചില്ലിന്റെ കൂട് പോലുള്ള സാധനത്തിന് അത് മാറ്റി പറഞ്ഞു. ഞങ്ങൾ ക്വാറന്റൈൻ എന്നാ പറയാം. എന്തിനാ അവരെ മാറ്റി പാർപ്പിക്കുന്നത്? ചില്ലിന്റെ കൂടെ ചെറിയൊരു കൂടല്ല, വലിയൊരു വീടാ. അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും അകത്തുണ്ടാവും. പക്ഷേ പുറത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനും ബന്ധപ്പെടൽ ഏതിലൂടെ മാത്രമാണ്? ഫോണിലൂടെ മാത്രം. എന്തിനാ അവരെ മാറ്റി പാർപ്പിക്കുന്നത്? ഇവരൊരു അന്യ ലോകത്ത് പോയിട്ട് വരിക. മനുഷ്യൻ ഇന്നേ വരെ നടത്താത്തൊരു ഗോളാന്തര യാത്ര നടത്തി തിരിച്ചു വന്നവരാണ്.
അപ്പൊ അവിടെ വെച്ചോ തിരിച്ചു വരുന്ന വഴിയിൽ വെച്ചോ മാനവരാശി ഒന്നടങ്ങാനുള്ള രോഗങ്ങളോ പകർച്ചവ്യാധികളോ പിടികൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. ആ ഡോക്ടർമാരുടെ വൈദ്യപരിശോധനക്കാണ് അവർ എത്ര ദിവസം മാറ്റി പാർപ്പിക്കുന്നത്? 21 ദിവസം. 21 ദിവസം കഴിഞ്ഞെങ്കിൽ അവരെ പുറത്തേക്ക് വിടൂ. അപ്പൊ ഇത്രയും ഘട്ടങ്ങളുണ്ട് എവിടെ പോയിട്ട് വരാൻ. നമ്മൾ ഇന്നേവരെ ആലോചിച്ചിട്ടുണ്ടോ? ചന്ദ്രൻ പോകുന്ന സമയം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള പരിപാടി അല്ലേ? നമ്മളൊരു ചിന്ത റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുക, റോഡ് സൈഡിൽ ഇങ്ങനെ പോയി നിൽക്കുക, ആദ്യം കണ്ട രണ്ടാളോട് നിങ്ങൾ വരൂ, ഇതിനകത്തൊന്ന് കയറിയിരിക്കൂ, ഞങ്ങൾ ഇവിടെ നിന്ന് കത്തിച്ച് വിടാം. അപ്പൊ സൂ നടന്ന് മേലോട്ട് പോകും. അവിടെ എത്തിയാൽ നിങ്ങളൊന്ന് വിവരം പറയും, അല്ലെങ്കിൽ ആ വിവരം വൈകുന്നേരം നമുക്ക് നിങ്ങളുടെ പേരിൽ ഞങ്ങൾ പോയി അറിയിക്കാറുണ്ടെന്ന് യാതൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാ ഇവർ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ ചന്ദ്രനിലേക്ക് പോകുന്നത്? ഭൂമിയിൽ നിന്ന് നേരെ എങ്ങനെ ചന്ദ്രനിലേക്ക് പോയിക്കൂടെ? അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് അങ്ങനെ നേരെ വിക്ഷേപിച്ച് ഭൂമിയെ പല പ്രാവശ്യം ചുറ്റിയിട്ടാണ് ചന്ദ്രയാൻ ഇങ്ങനെ പോയത്. എന്തുകൊണ്ട് ചന്ദ്രയാന് നേരിട്ട് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ചന്ദ്രനിലേക്ക് പോയിക്കൂടെ എന്നാണ് ചോദ്യം. പോയിക്കോ, പോവാം. പക്ഷേ നിങ്ങൾ പോയി 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 ഇവിടെ എത്തുമ്പോ ചന്ദ്രൻ അവിടെ ഉണ്ടാവില്ല, ചന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ചന്ദ്ര ജോലി ആർച്ചിട്ടില്ല, അല്ല നമ്മൾ കാത്തുക്കലല്ല. അപ്പൊ നിങ്ങൾ പോയി 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 ഇവിടെ എത്തുമ്പോ സാധാരണ നമ്മൾ പറയുന്നത് അവൻകടാ പറ്റിച്ചു, സാധനം പോയി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവനെ തെറി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഇവർ നേരെ ഇങ്ങോട്ട് പോയി പിന്നെ യാത്ര ഇങ്ങനെ ഇങ്ങോട്ടാ. അപ്പോഴേക്ക് ചന്ദ്രൻ വന്ന് ഇടത്തില്ല. ഇങ്ങനെ വേണം ചന്ദ്രൻ ഇറങ്ങാൻ. അല്ലാതെ അടുത്ത വരവിന് ഒരു അരമണിക്കൂർ നേരത്തെ വന്ന് എങ്ങനെ പിടിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞത് യാതൊരു കാര്യങ്ങളുണ്ടാവില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ടൊരു ചന്ദ്രയാത്രയ്ക്ക്. ഇനി ചന്ദ്രൻ ഇറങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ചന്ദ്രനെ പറ്റിയ 1-2 കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയണം. ചന്ദ്രന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ എന്തില്ല? വായില്ല. പോകുന്നവരോ അതിനുള്ള സൗകര്യങ്ങളുമായിട്ട് അങ്ങ് പോയാൽ മതി. രണ്ടാമത് ചന്ദ്രൻ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ വെള്ളത്തിന്റെ ടാപ്പൊന്നും പ്രതീക്ഷിക്കണ്ട. മാധവൻ സാറും പറഞ്ഞില്ലേ, കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ വെള്ളമൊന്നുമില്ല. പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങൾ ഫുഡ് ഐറ്റംസ് സാധനമൊന്നും ഉണ്ടാവില്ല, ഒക്കെ കൊണ്ടുപോകണം. ഇനി ചന്ദ്രൻ വായുവില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് പകൽ സമയത്ത് ചന്ദ്രനിൽ എന്ത് കൂടുതലായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. പകൽ സമയത്ത് ചന്ദ്രൻ ചൂട് എന്നെ വരെ രേഖപ്പെടുത്തൽ ഏറ്റവും വലിയ ചൂട് 137 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം തിളക്കിയത്ര മതി. അപ്പൊ തിളക്കുന്ന വെള്ളത്തിനേക്കാളും ചൂടാണ് പകൽ സമയത്ത് ചന്ദ്രൻ. ചന്ദ്രൻ ഈ രാത്രിയിലെ തണുപ്പ് ഇന്നേ വരെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ തണുപ്പ് 167 ഡിഗ്രി സെൽഷ്യസ്. നെഗറ്റീവ് 167 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ ഐസിനേക്കാളും തണുപ്പ് അല്ലേ? മറ്റേത് തിളക്കുന്ന വെള്ളത്തിനേക്കാളും ചൂട്. അപ്പൊ ചന്ദ്രൻ പോകുന്നവർക്ക് എന്തെല്ലാം മുൻകരുതൽ വേണം? 137 ഡിഗ്രി ചൂടിനെ തടുക്കണം വേണ്ടേ? ഈ നെഗറ്റീവ് 167 എന്ന് പറഞ്ഞ ഘോരമായ തണുപ്പിനെയും പ്രതിരോധിക്കണം. എന്നാൽ ഇവർക്ക് 137 ഡിഗ്രി ചൂടിനെ മാത്രം പേടിച്ചാൽ മതി. നെഗറ്റീവ് 167 എന്ന് പറഞ്ഞ തണുപ്പിനെ തീരെ പേടിക്കേണ്ട. കാരണം ചന്ദ്രനിൽ 14 ദിവസം തുടർച്ചയായിട്ട് പകലും 14 ദിവസം തുടർച്ചയായിട്ട് രാത്രിയായി. അത് നേരം വെളുത്ത് കഴിഞ്ഞാൽ രാത്രി ആവണമെങ്കിൽ എത്ര ദിവസം കഴിയണം? 14 ദിവസം കഴിയണം. പിന്നെ നേരം വെളുത്ത് രാത്രി ആവണമെങ്കിൽ എത്ര ദിവസം കഴിയണം? 14 ദിവസം കഴിയണം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രന്റെ ഒരു ദിവസം ഭൂമിയിൽ എത്ര ദിവസം? 28 ദിവസത്തിന് സമമാണ് ചന്ദ്രന്റെ ഒരു ദിവസം. അവിടെയൊക്കെ സ്കൂളിൽ പോകണ ഗതി വന്നോന്ന് ആലോചിച്ചോ അല്ലേ? രാവിലെ ബാഗ് എടുത്ത് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഏരി വരിക? 14 ദിവസം കഴിഞ്ഞില്ലേ? അവധിയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി? അപ്പൊ രണ്ടാമത്തെ അഡ്ജസ്റ്റ് ചെയ്യും, ഒന്നാമത്തെ പ്രയാസമല്ലേ? ഇവർക്കും അങ്ങനെ തന്നെ. അവിടെ ഇവർ പോകുന്ന മുഴുവൻ ഈ പകൽ സമയത്താണ്. അവിടെ ഇവർക്ക് 137 ഡിഗ്രി ചൂടിനെ മാത്രം പേടിച്ചാൽ മതി. അങ്ങനെ ഒരു ചൂടിൽ നിന്നും മറ്റുവരെ സംരക്ഷിക്കുന്ന സാധനമാണ് ഇവർ ധരിക്കുന്ന കുപ്പായം. ഈ കുപ്പായം നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് സ്യൂട്ട്. ഒരു ബഹിരാകാശ യാത്രികന്റെ കുപ്പായത്തെ നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് സ്പേസ് സ്യൂട്ട്. ഇനി ഒരു ബഹിരാകാശ യാത്രി ഈ സ്പേസ് സൂട്ട് ധരിച്ച് പുറത്തൊരു പെട്ടി പോലുള്ള സാധനങ്ങൾ വെക്കും. അതിനെ ബാക്ക് പാക്ക് എന്നാ പറയും. ബാക്ക് പാക്ക്. അതിനകത്താണ് കുടിക്കാനുള്ള ഓക്സിജനും കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ. ഇത്രയും ധരിച്ച് അയാൾ ഭൂമിയിൽ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ അയാളുടെ ഭാരം ഭൂമിയിൽ 360 കിലോ ഭാരം ഉണ്ടാവും. 360 കിലോ ഭാരം ഏറ്റവും ഒരാൾക്ക് ഭൂമിയിൽ നടക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ചന്ദ്രനിൽ നടക്കാം. കാരണം ചന്ദ്രന്റെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ 1/6 ഉള്ളൂ. അതുകൊണ്ട് അയാളുടെ ഭാരം ചന്ദ്രൻ എത്ര ആയിക്കൊള്ളും? 60 കിലോ ആയിക്കൊള്ളും. ഈ 60 കിലോയുള്ള ഞാൻ ചന്ദ്രൻ പോലെ എന്റെ ഭാരം എത്രയാവും? 10 കിലോ. പക്ഷെ എനിക്ക് അവിടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? വലിയ ശരീരം, ഭാരം കുറവ്, ഞാൻ എപ്പോഴും വീണുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ എത്ര ഭാരം ഉണ്ടായിരുന്നോ അതേ ഭാരം എനിക്ക് എവിടെയും കിട്ടണം? ചന്ദ്രനിലും കിട്ടണം. അതിനുകൂടി ഇവരെ സഹായിക്കുന്ന സാധനമാണ് ഇത്, ഈ സ്പേസ് സൂട്ട്. ഇനി ഈ സ്പേസ് സൂട്ടും ബാക്ക് പാക്കും ധരിച്ച് ഒരാളെ നിന്ന് കഴിഞ്ഞാൽ ഒരു എയർ കണ്ടീഷൻ ചെയ്ത റൂമിനകത്ത് നിൽക്കുന്ന പോലെ പിന്നെ അയാൾക്ക് തോന്നും. ഇനി അയാൾ നിങ്ങൾ കത്തുന്ന ഒരു തീകുണ്ടത്തിന്റെ നടുക്ക് കൊണ്ടുപോയിട്ട് നിർത്തിയാലും പറയും കുറച്ചും കൂടി വിറക് കൊടുത്തിട്ട് ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. കാരണം 250 ഡിഗ്രി ചൂടിനെ വരെ തടുക്കാൻ ഈ കുപ്പായത്തിന് കഴിയും. ഇനി ഈ സ്പേസ് സൂട്ട് ധരിച്ചിരിക്കുന്ന ഒരാളിനെ തോക്കെടുത്തങ്ങ് വെടിവെച്ചു എന്ന് കരുതുക. അപ്പോഴാൾ ചോദിക്കും എന്താണ് അവർ പുക? കാരണം അത്രയും കഠിനമായ വസ്തുക്കൾ കൊണ്ടാണ് ഈ സ്പേസ് സൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്പേസ് സൂട്ടിന്റെ വില എത്രയാണോ? 18 ലക്ഷം രൂപയാണ് ഒരാളെ കുപ്പായത്തിന്റെ വില. ഇനി
ഈ കുപ്പായ ഇയാൾക്ക് ധരിക്കാൻ 3 മണിക്കൂർ സമയം വേണം, 3 പേരുടെ സഹായവും വേണം. നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ടി കല്യാണത്തിന് പുതുതിന് ഇറക്കാൻ അല്ലേ? 1.5 മണിക്കൂറിനെങ്കിൽ ഏത് പുതുനായത്തിനെ നമുക്ക് റെഡിയാക്കാം. പക്ഷേ ഒരു ബഹിരാകാശ യാത്രികനെ ഈ സ്പേസ് സൂട്ട് ധരിക്കാൻ 3 മണിക്കൂർ സമയം, 3 പേരുടെ സഹായം, 18 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ സ്പേസ് സൂട്ട് അപ്പോളോ യാത്രികർ ഭൂമിയിൽ നിന്ന് സ്പേസ് സൂട്ട് ധരിച്ചാലോ ഈ ബാക്ക് പാക്ക് എന്ന് പറയുന്ന പെട്ടി ഒരു ചന്ദ്രൻ ഇറങ്ങുന്ന സമയത്ത് മാത്രമേ പുറത്തേക്ക് വെക്കൂ. കാരണം അത് വഹിച്ചുകൊണ്ട് ഭൂമിയിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രനിൽ ഈ സ്പേസ് സൂട്ടും ഈ ബാക്ക് പാക്കും ധരിച്ച ഒരാൾ നടക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് സാധനം ഇവിടെ താഴെ വീണു വരില്ല. ഭൂമിയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കുഞ്ഞു. ചന്ദ്രനിൽ കുഞ്ഞു വരുക, ബാക്ക് പാക്ക് അവിടെ പുറത്താണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഭാരം. ഭാരം ഇവിടെ മുന്നിലേക്ക് വരും. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം കുറവാണ്, കാല് നിൽക്കുന്ന പൊങ്ങും, മോന്തി കുത്തിയൊക്കെ വീഴും. അവിടെ ചന്ദ്രനിലെ സാധനം വീണ് കഴിഞ്ഞാൽ ഇതേപോലെ ഇരുന്നോളാം, സാധനം എടുത്തോളാം, ഇതേപോലെ തന്നെ എഴുന്നേറ്റോളൂ. അവിടെ കുഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അവിടെ നിരത്തുന്ന പിന്നെ എണീക്കാൻ വേണ്ടി സമയമുണ്ടാണ്. അവിടെ ചന്ദ്രൻ ഇറങ്ങി നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതാണ് അപ്പോളോ യാത്രികർ ഉപയോഗിച്ചിരുന്ന സ്പേസ് സൂട്ട്. ധരിച്ചു കഴിഞ്ഞാൽ ആളൊരു കുട്ടപ്പനായി. ഇനി 11 മണിക്കൂർ നേരത്തേക്ക് പുറത്തുനിന്ന് യാതൊരു സഹായം കൂടാതെ ഇയാൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ജീവിക്കും. 11 മണിക്കൂർ നേരത്തേക്ക് കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് അതിന്റെ കൺസ്യൂമേഴ്സ് ഒക്കെ നിറച്ചു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് ഉപയോഗിക്കാമോ. പിന്നെ ഹെൽമെറ്റ്, ഇതിന് മുമ്പ് തൊപ്പി പോലുള്ള ഭാഗം ധരിച്ച വാർത്താവിനിമയ ഉപകരണങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് വെള്ളം നിറം കൊടുക്കാനുള്ള കാരണം? ഒന്ന് സ്റ്റൈലാക്കി വല്ല പുള്ളിയും മഞ്ഞൊക്കെ കൊടുത്തൂടെ? അല്ലെങ്കിലേ ചൂട്. ഇത് കറുത്ത കളറോട് ആയാൽ എന്ത് പറ്റുമോ? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി ഇപ്പൊ ഞാൻ കാണിച്ചത് അപ്പോളോ യാത്രികരുടെ സ്പേസ് സൂട്ടാണ്. ഇനി വെറും ശൂന്യാകാശട്ടം പോയിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് ചന്ദ്രൻ പോവാതെ. ആ വാഹനത്തിനകത്ത് 7 പേർക്ക് വരെ യാത്ര ചെയ്യാം. അപ്പോളോയിൽ എത്ര പറ്റുമോ? 3 ഉള്ളൂ. അതുകൊണ്ട് ഇവര് ശൂന്യാകാശം പുറത്തിറങ്ങുമ്പോ മാത്രം ഈ അപ്പോളോ യാത്രികരല്ലാത്തവര് സ്പേസ് സൂട്ട് ധരിച്ചാൽ മതി. അപ്പൊ ഇത് അപ്പോളോ യാത്രികരല്ല, സ്പേസ് സൂട്ട് സ്പേസ് ഷട്ടിൽ ശൂന്യാകാശം പോയ യാത്രികരാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് രണ്ടാക്കി സ്പേസ് സൂട്ട്? അവരായിട്ട് സ്പേസിൽ പുറത്തിറങ്ങി എന്തെങ്കിലും പരീക്ഷണം നടത്തുക. അപ്പൊ സ്പേസിൽ പുറത്തിറങ്ങലാണ് ചന്ദ്രനിൽ പുറത്തിറങ്ങുന്നതിനേക്കാൾ ഏറ്റവും അപകടകരം. കാരണം എന്താ? ചന്ദ്രനിൽ പുറത്തിറങ്ങി നിൽക്കാനും നടക്കാനും ഓടാനും ചാടാനൊക്കെ സ്ഥലമുണ്ട്. ഭൂമിയെ പോലെ തന്നെ ചന്ദ്രൻ. സ്പേസിൽ പുറത്തിറങ്ങി നിൽക്കാൻ സ്ഥലമുണ്ടോ? അപ്പൊ അവരെന്തായാലും സ്പേസ് സൂട്ടും ഇറങ്ങിണ്ടാവും. ഇറങ്ങുമ്പോൾ ചങ്ങൽ കൊണ്ട് സാധനം കൊളുത്തി ഒരു വാഹനമായി കെട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലേ? പിന്നെ ആള് പുറത്തിറക്കുന്നുണ്ടാവും. ശരി, ഇനി ഈ ഒരു ചിത്രം ശ്രദ്ധിക്കാം. ഒരുപാട് സയന്റിസ്റ്റുകൾ അവിടെ ഇരിക്കുന്നു. അവരുടെ മുന്നിലൊക്കെ വലിയൊരു ടെലിവിഷൻ സ്ക്രീൻ. അപ്പൊ ഒരു ശൂന്യാകാശം ചന്ദ്രനിൽ വെച്ചിരുന്ന കാര്യങ്ങൾ ഇവര് ഭൂമിയിൽ ഇരുന്ന ടെലിവിഷനിലൂടെ കാണും. അങ്ങനെ ശൂന്യാകാശ യാത്ര നിയന്ത്രിക്കുന്ന സ്ഥലമാണിത്. ഇത് നമ്മൾ ചുരുക്കത്തിൽ ഒരു പേര് പറയും, മിഷൻ കൺട്രോൾ സെന്റർ എന്നാണ് പറയാം. എന്താ പറയാ? മിഷൻ കൺട്രോൾ സെന്റർ. ബ്രാക്കറ്റിൽ MCC എന്ന് എഴുതുക. മിഷൻ കൺട്രോൾ സെന്റർ. ഇനി എന്റെ അടുത്ത ചോദ്യം, ഏത് അപ്പോളോയിലെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്? അപ്പോളോയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ സംശയം വന്നു, ഈ അപ്പോളോ 1 to 10 എവിടെ? ബേജാറാവണ്ട. ഈ അപ്പോളോ 1 തൊട്ട് 10 വരെ നമ്മൾ ശൂന്യാകാശം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവയൊന്നും ചന്ദ്രൻ പോയിട്ട് ഇറങ്ങാനില്ല. അതിന് മുന്നോടിയായുള്ള പല പരീക്ഷണങ്ങളും നടത്തി ഈ യാത്ര വളരെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനുള്ള പരീക്ഷണങ്ങളാണ് അപ്പോളോ 1 തൊട്ട് 10 വരെ. അങ്ങനെ അപ്പോളോ 1, 2 എന്നീ നമ്പറുകളിൽ നാസ അപ്പോളോ വിക്ഷേപണം നടത്തിയില്ല. 3നും അപ്പോളോ വിക്ഷേപണം നടത്തിയില്ല. 4, 5, 6 ഇതാണ് ആദ്യമായിട്ട് നാസ 4ാമത്തെ അപ്പോളോ 4 തൊട്ടാണ് വിക്ഷേപണം നടത്തിയത്. അപ്പൊ 4, 5, 6 എന്നിവ അൺമാൻഡ്, മനുഷ്യനില്ലാതാണ് സാറ്റേൺ എന്ന് പറയുന്ന റോക്കിന്റെ ശക്തി പരീക്ഷിക്കാനാണ് അയച്ചത്. അങ്ങനെ ആദ്യമായി മനുഷ്യൻ കയറി അപ്പോളോ അയക്കാൻ തീരുമാനിച്ച അപ്പോളോ 7. ഈ അപ്പോളോ 7 ഒന്നാമത്തെ അപ്പോളോ അല്ലെങ്കിൽ അപ്പോളോ 7 വലിയൊരു ദുരന്തത്തിലാണ് ആദ്യമായിട്ട് കലാശിച്ചത്. 3 ബഹിരാകാശ യാത്രികർ പോകുന്നതിന് അവർക്ക് കൗണ്ട് ഡൗൺ ഡെമോൺസ്ട്രേഷൻ ടെസ്റ്റ് ഉണ്ട്. ഈ വാഹനത്തിനകത്തിരുന്ന് ചെയ്യേണ്ട ഇത് ആവർത്തിച്ച് ഒരു പരിശീലനം നടത്തും. അപ്പൊ നാസക്ക് അന്ന് അവിടെ ചെറിയൊരു അബദ്ധം പറ്റി. ഈ വാഹനത്തിനകത്തും പ്യൂർ ആയിട്ടുള്ള ഓക്സിജൻ നിറച്ച് ഈ കമാൻഡ്മെന്റിന്റെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന സിസ്റ്റം ആണെന്ന് അപ്പോളോക്ക് തയ്യാറാക്കിയിരുന്നു. അങ്ങനെ ഈ 3 പേര് വാഹനത്തിനകത്തുനിന്ന് ചില പരീക്ഷണം നടത്തുമ്പോൾ എന്തോ ഒരു വയർ സർക്യൂട്ട് എന്നാണ് നാസ എന്ന് കണ്ടെത്തിയ കാരണം ഈ ഓക്സിജനകത്ത് തീ പിടിച്ച് ഇതിനകത്ത് പെട്ടെന്ന് ഇത് കത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനകത്ത് പുക നിറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ 3 ബഹിരാകാശ യാത്രികളും അവിടെ ശ്വാസം മുട്ടിയ കമാൻഡ് മൊഡ്യൂളിനകത്ത് കിടന്ന് മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ ആ അപ്പോളോ 7 എന്നുള്ളതിന് നാസ അപ്പോളോ 1 എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പൊ അപ്പോളോ 1 വെച്ചിട്ടുണ്ട് നല്ല നമ്പർ കിട്ടിയല്ലേ? അങ്ങനെ എഴുതരുത്. കാരണം അത് അപ്പോളോ 1 പിന്നെ പുനർനാമകരണം ചെയ്തു. കാരണം അപ്പോളോ 1 മരിച്ച ആ അപ്പോളോ യാത്രയുടെ ആദ്യത്തെ രക്തസാക്ഷികളാണ് ഈ 3 പേര്. പേര് ഞാൻ പറയും, കേട്ടാൽ മതി, എഴുതണ്ട. ഇയാളുടെ പേര് എഡ്വേർഡ് വൈറ്റ്, ഗസ് ഗ്രിസം, റോജർ ചാഫെ. സാഹിബിന്റെ പേരാണ് കേൾക്കുമ്പോൾ രസം ഉണ്ടാവും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? ഇതാണ് എഡ്വേർഡ് വൈറ്റ്, ഇതാണ് ഗസ് ഗ്രിസം, ഇതാണ് റോജർ ചാഫെ. കണ്ടാൽ എല്ലാവരും ഒരുപോലെ ഉണ്ടല്ലേ?
അത് താല്പര്യം മീശൊന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ അടുത്ത അപ്പോളോക്ക് നാസ ഏത് പേരിനെ കൊടുത്തു? അപ്പോളോ 7 തന്നെ പേര് കൊടുത്തു. അങ്ങനെ അപ്പോളോ 7 പോയ ആദ്യമായി വിജയകരമായി ശൂന്യാകാശത്തെത്തിയ അപ്പോളോ യാത്രികർ. ഇയാളുടെ പേര് ഡോൺ ഐസലി, വാൾട്ടർ ഷിറ, വാൾട്ടർ കണ്ണിംഗ്ഹാം. ഇതുവരെ അപ്പോളോ ശൂന്യാകാശത്തേക്ക് അയക്കുന്ന അപ്പോളോ 7. ഇതാണ് റോക്കറ്റിന്റെ മുക്കാൽ ഭാഗം കത്തി വേർപെട്ടു പോകുന്നു പറയുന്നത് വേർപെട്ടു പോകുന്നത്. ഇത് ഭൂമിയിൽ ചുഴലിക്കാറ്റുണ്ടാകുന്ന ഒരു ശൂന്യാകാശത്തിൽ ഫോട്ടോയാണ്. അങ്ങനെ അപ്പോളോ 7 ശേഷം ആദ്യമായി മനുഷ്യൻ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് മറ്റൊരു ഗോളത്തിന്റെ ഭ്രമണപഥത്തിൽ ആദ്യമായി എത്തിച്ചേർന്നത് ഈ അപ്പോളോ 8. ഇതാണ് അപ്പോളോ 8 3 യാത്രികർ. ഇയാളുടെ പേര് ജിം ലോവൽ, ഫ്രാങ്ക് ബോർമാൻ, വില്യം ആൻഡ്രൂസ്. ഈ അപ്പോളോ 8 ലോകപ്രസിദ്ധമായ ഈ ഒരു ഫോട്ടോ എടുത്തത്. രാധാകൃഷ്ണ ഞാൻ കാണിച്ചു അല്ലേ? അപ്പോളോ 8 നമ്മൾ രാത്രി ആരെ കാണുന്ന പോലെ ഇതാരാ? ഭൂമി കണ്ടല്ലോ. അങ്ങനെ വീണ്ടും അപ്പോളോ 9 പരിശീലനം നടത്തി. എന്തിന്? ഈ കമാൻഡ് മൊഡ്യൂളും ലൂനാർ മൊഡ്യൂളും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കാൻ വേർപെടുത്താൻ പരീക്ഷിക്കാൻ വേണ്ടി അപ്പോളോ 9 അയച്ചു. അപ്പോളോ 9 പോയ 3 പേര്. ഇയാളുടെ പേര് ജെയിംസ് മാക്ഡെവിറ്റ്, ഡേവിഡ് സ്കോട്ട്, റസ്റ്റി സ്കൈവീക്കർട്ട്. അങ്ങനെ ഇവര് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ചെടുത്ത ചന്ദ്രന്റെ മനോഹരമായ ചിത്രം. നമ്മൾ രാത്രിയിൽ കാണുന്ന ചന്ദ്രൻ. ചന്ദ്രൻ നമ്മൾ രാത്രി ഒരുപാട് കറുത്ത അടയാളങ്ങൾ കാണാറുണ്ട് അല്ലേ? ഇത് ചന്ദ്രനുള്ള വലിയ കുണ്ടുമുടികളാണ്. നക്ഷത്രങ്ങളും മറ്റൊക്കെ ഉൽക്കൽ പൊട്ടിത്തെറിച്ച് വന്നിട്ടുണ്ടാകുന്ന കുണ്ടുമുടി. ആ കുണ്ടുമുടികളും വെയിൽ കത്താതിരിക്കുമ്പോഴാണ് നമുക്കത് കറുത്ത കളറായിട്ട് തോന്നുന്നത്. പക്ഷെ പണ്ടത്തെ ആളുകൾക്ക് ചന്ദ്രനിൽ ഈ കുണ്ടുമുടി കണ്ട് ചന്ദ്രനെ പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഓരോ ജീവികളുടെ രൂപങ്ങളായിട്ടാണ് കണക്കൂട്ടിയത്. ഒരാൾക്ക് എന്തായിട്ട് തോന്നി? മുയല്, ആമ, ദച്ചലി, ചുണ്ടലി, പെരിച്ചാഴി ഇങ്ങനെ വലുതുമായിട്ട് കണക്കൂട്ടിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ചന്ദ്രനെങ്ങാനും ഒരു പെരിച്ചാഴിയെ കൊണ്ട് പോയിട്ട് വെച്ചാലേ പിന്നെ അത് പെരിച്ചാഴിയാണ്. കാരണം 137 ഡിഗ്രി ചൂടാ, അത് പൊരിച്ചാഴി ആയി പോകില്ലേ? അങ്ങനെയാണ് ഇവരാണ് അവസാനമായി പരീക്ഷണങ്ങൾക്ക് വേണ്ടി പോയത് അപ്പോളോ 10. ഈ അപ്പോളോ 10 നമ്മളൊരു പേര് പറയും, ദ ഡ്രസ് റിഹേഴ്സൽ എന്നാ പറയാ. യഥാർത്ഥത്തിൽ ചന്ദ്രൻ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള ഡ്രസ് റിഹേഴ്സൽ ആയിരുന്നു അപ്പോളോ 10. ഈ അപ്പോളോ 10 എന്ത് ചെയ്തു? ചന്ദ്രന്റെ ഭ്രമണത്തിൽ പോയി കമാൻഡ് മൊഡ്യൂളിൽ ഒരാളും ലൂനാർ മൊഡ്യൂൾ 2 പേരും കയറി കമാൻഡ് മൊഡ്യൂൾ ലൂനാർ മൊഡ്യൂൾ വേർപെടുത്തി ചന്ദ്രന്റെ 16 കിലോമീറ്റർ മുകളിലേക്കും കമാൻഡ് ലൂനാർ മൊഡ്യൂൾ പോയി അവിടെ തിരിച്ചു പൊങ്ങി വീണ്ടും കമാൻഡ് മൊഡ്യൂളുമായിട്ട് കൂട്ടി യോജിപ്പിച്ച ദൗത്യമാണ് അപ്പോളോ 10. അപ്പോളോ 10 യഥാർത്ഥത്തിൽ അപ്പോളോ 11 പോലെ തന്നെ എന്ത് കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? ചന്ദ്രൻ ഇറങ്ങിയില്ല എന്നുള്ള കാര്യത്തിൽ മാത്രം. അപ്പോളോ 10 മിഷൻ കമാൻഡർ യുജീൻ സർമാൻ, ജോൺ യങ്, തോമസ് സ്റ്റാഫേർഡ്. ഇതുവരെ ശൂന്യാകാശത്ത് എടുത്ത ഭൂമിയുടെ മനോഹരമായ ചിത്രം. നീലക്കടൽ, വെള്ളമേഘം, ഈ ബ്രൗൺ കളർ കാണുന്ന ആഫ്രിക്ക വൻകരയുടെ ചെറിയൊരു ഭാഗം കണ്ടല്ലോ. അപ്പൊ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായി. ഇനി എന്ത് ചെയ്താൽ മതി? പോയിട്ടങ്ങ് ഇറങ്ങിയാൽ മതി അല്ലേ? അതിന് 1969 ജൂലൈ 17 അപ്പോളോ 11 3 പേരെയും കൊണ്ട് ഭൂമിയിൽ നിന്നും പുറപ്പെട്ടു. എങ്ങോട്ട്? ചന്ദ്രനിലേക്ക്. 1969 ജൂലൈ 21 അപ്പോളോ 11 ലൂനാർ മൊഡ്യൂൾ 2 പേരെയും കൊണ്ട് എവിടെ ചെന്നിറങ്ങി? ചന്ദ്രൻ ചെന്നിറങ്ങി. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെത്താൻ എത്ര ദിവസം വേണം? 4 ദിവസം വേണം. അങ്ങനെ പോകുന്ന ഈ അപ്പോളോ 11 3 യാത്രക്കാരുടെയും പ്രായം 39 വയസ്സാണ് 3 പേർക്കും. ഇപ്പൊ അവർ ചന്ദ്രൻ പോയി എത്ര വർഷം കഴിഞ്ഞു? 41 വർഷം കഴിഞ്ഞു. അപ്പൊ ഇന്ന് അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് എത്ര വയസ്സായി? 80 വയസ്സാകുമായിരുന്നു. ഇതാണ് പോകുന്ന 3 പേര്. അതിൽ ആദ്യമായി ചന്ദ്രൻ ഇറങ്ങി 39 വയസ്സുകാരനായ നീൽ ആൽഡൻ ആംസ്ട്രോങ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങി 39 വയസ്സുകാരനായ എഡ്വിൻ ബർഗ്സ് ഓൾഡ്രിൻ. തിരിച്ചു വരാനുള്ള വാഹനം തിരിച്ചു 39 വയസ്സുകാരനായ മൈക്കിൾ കോളിൻസ്. ഇതാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ഓൾഡ്രിൻ, മൈക്കിൾ കോളിൻസ്. ഇതിൽ ഏറ്റവും ഭാഗ്യവാനാരാ? കാരണം ആദ്യമായി ചന്ദ്രനോട് ഇയാൾക്ക് പ്രശസ്തി ഒന്ന് ആലോചിക്കുക. ഈ ഭൂമിയും അതിൽ മനുഷ്യനും ആകാശത്ത് ചന്ദ്രനും ഉണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കുന്നതുവരെ മാനവരാശി ഓർമ്മിക്കുന്ന ഒരു പേരായിരിക്കും ആരുടേത്? നീൽ ആംസ്ട്രോങ്. ഈ ഒരു ഫോട്ടോ ശ്രദ്ധിക്കാം. ആ സ്പേസ് സൂട്ട് ധരിച്ച് വാർത്താവിനിമയ ഉപകരണങ്ങൾ ധരിച്ച് ഹെൽമെറ്റ് ധരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആംസ്ട്രോങ് സഹായിക്കുന്ന ഒരാളാണ്. ഈ തൊപ്പി പോലെ ധരിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്താവിനിമയ ഉപകരണം. ഈ ഫോട്ടോ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ കൂടിയാണ് ഇത്. എഡ്വിൻ ഓൾഡ്രിൻ ചന്ദ്രനിലേക്ക് ചിത്രമാണ്. അപ്പൊ ആരെടുത്ത ഫോട്ടോ? നീൽ ആംസ്ട്രോങ് ഫോട്ടോ. സാധാരണ ഇങ്ങനത്തെ ഫോട്ടോ നമ്മുടെ കൈ കിട്ടി നമ്മുടെ വേഗം എഴുതിയേക്കും നീൽ ആംസ്ട്രോങ് ചന്ദ്രൻ അല്ലേ? കാരണം ഈ ഡ്രസ് ഇട്ട് ഒരു മനുഷ്യനെ കണ്ടാൽ നമുക്കതൊക്കെ ആംസ്ട്രോങ് അല്ലേ? അത് എഡ്വിൻ ഓൾഡ്രിൻ ചന്ദ്രനിലേക്ക് നിൽക്കുന്ന ഫോട്ടോയാണ്. അതേപോലെ തന്നെ ഇതും എഡ്വിൻ ഓൾഡ്രിൻ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ചിത്രം. ആംസ്ട്രോങ് എടുത്ത മറ്റൊരു ഫോട്ടോ. ഇനി ഇത് ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആരും കാണിച്ചു കൊടുക്കരുത് കേട്ടോ. ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറോടെ കൊണ്ടു നിർത്തി അയാളോട് ആദ്യം ചന്ദ്രൻ ഇറങ്ങിയാലേ അപ്പൊ നമ്മുടെ കണക്കൊക്കെ ആരെ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇതും എഡ്വിൻ ഓൾഡ്രിൻ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ചിത്രമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 3 പേരും പോകുന്ന ഇവിടെ പ്രായം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 80 വയസ്സായി. ആ 3 പേര് ഇന്നും ജീവിച്ചിരിക്കുന്നു. 39 വയസ്സായ നീൽ ആംസ്ട്രോങ്, 80 വയസ്സായ നീൽ ആംസ്ട്രോങ്. 39 വയസ്സായ എഡ്വിൻ ഓൾഡ്രിൻ, 80 വയസ്സായ എഡ്വിൻ ഓൾഡ്രിൻ. 39 വയസ്സായ മൈക്കിൾ കോളിൻസ്, 80 വയസ്സായ മൈക്കിൾ കോളിൻസ്.
ഈ 3 പേര് ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇനി മരിച്ചുപോയി എന്നൊന്നും ആരോടും പറയരുത് കേട്ടോ. അങ്ങനെയാണ് എന്റെ അടുത്ത ചോദ്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആകെ എത്ര മനുഷ്യർ ചന്ദ്രൻ ഇറങ്ങിയാണെന്നുണ്ട്? 12 പേര് അല്ലേ? ഈ 12-ൽ 3 പേരെ മരിച്ചു പോയിട്ടുള്ളൂ, ബാക്കി 9 പേരും ഇന്നും ജീവിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെയും കൊണ്ട് ലൂനാർ മൊഡ്യൂൾ എന്ന് പറയുന്ന വാഹനം എത്ര പ്രാവശ്യം ചന്ദ്രൻ പോയി ഇറങ്ങിയിട്ടുണ്ടാവും? 6 പ്രാവശ്യം. 6 പ്രാവശ്യമാണ് മനുഷ്യൻ ചന്ദ്രൻ ഇറങ്ങിയത്. 6 ഒരേ സ്ഥലത്തല്ല, ചന്ദ്രന്റെ ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യത്യാസമുള്ള വ്യത്യസ്ത സ്ഥലങ്ങളാണ് ഇറങ്ങാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. ഭൂമിശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ജിയോളജിയുമായിട്ട് പ്രത്യേകതകളുള്ള പല സ്ഥലങ്ങളാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള അപ്പോളോ 11 കഴിഞ്ഞാൽ അടുത്ത അപ്പോളോ 12. അത് ചന്ദ്രൻ ഇറങ്ങുന്ന ഇയാളുടെ പേര് ചാൾസ് പീറ്റ് കോൺറാഡ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങി അലൻ ബി. തിരിച്ചു വരാനുള്ള വാഹനം നിർമ്മിച്ചു റിച്ചാർഡ് ഗോർഡൻ. ഇതാണ് ചാൾസ് പീറ്റ് കോൺറാഡ്, അലൻ ബി, റിച്ചാർഡ് ഗോർഡൻ. അപ്പോളോ 12. ഇത് ചാൾസ് കോൺറാഡ് ചന്ദ്രനിലേക്ക് ചരിത്രം, അലൻ ബിന് എടുത്ത റിപ്പോർട്ട്. മൊത്തം 12,813 ഫോട്ടോ ഉണ്ട് ചന്ദ്രനടുത്ത്. ഞാൻ 2-3 ഫോട്ടോ അവരൊന്നും കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോളോ 12 ശേഷം ചന്ദ്രൻ ഇറങ്ങാൻ വേണ്ടി പോയി അപ്പോളോ 13. പക്ഷെ ഇവർക്ക് ചന്ദ്രൻ ഇറങ്ങാൻ പറ്റാത്ത ഒരു അപകടം സംഭവിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. ഇവർ കൊണ്ടുപോയ ഒരു ഓക്സിജന്റെ ടാങ്ക് പൊട്ടിത്തെറിച്ച് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ 3/4 ഭാഗം ശൂന്യാകാശത്ത് ചോർന്നുപോയി. അങ്ങനെ ചന്ദ്രനിറങ്ങി തിരിച്ചു വരുന്നവരെ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടാകാമെന്ന് കരുതി ഇവർ ചന്ദ്രനിറങ്ങാൻ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും. അത് ചന്ദ്രനിറങ്ങാണ്ടായിരുന്നു ഇയാളുടെ പേര് ജിം ലോവൽ. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങാനുണ്ടായിരുന്ന ഫ്രെഡ് ഹെയ്സ്. തിരിച്ചു വരാനുള്ള വാഹനം ധരിച്ചിരുന്ന ജാക്ക് സ്വൈഗാർ. ഇയാൾക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇതാണ് ജിം ലോവൽ, ഫ്രെഡ് ഹെയ്സ്, ജാക്ക് സ്വൈഗാർ. ഇതാരും പോകുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോ ആണ്. അതത്ര ചിരി. പോയി വന്നപ്പോ ഈ ചിരിയൊന്നും ഉണ്ടാവില്ല, ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു പോകുന്നതാണ് അല്ലേ? ഇതാണ് അവരുടെ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചിന്റെ ഫോട്ടോ അവരെടുത്ത് കൊണ്ടുവന്നതാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പഠിക്കാൻ. അപ്പോളോ 13 ശേഷം ചന്ദ്രൻ ഇറങ്ങി അപ്പോളോ 14. അത് ചന്ദ്രൻ ഇറങ്ങി വന്ന ഇയാള് അലൻ ഷെപ്പേർഡ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങി എഡ്ഗാർഡ് മിച്ചൽ. തിരിച്ചു വരാനുള്ള വാഹനം ധരിച്ചു സ്റ്റുവർട്ട് റൂസ. മൂസല്ല റൂസ. ഇതാണ് അലൻ ഷെപ്പേർഡ്, എഡ്ഗാർഡ് മിച്ചൽ, സ്റ്റുവർട്ട് റൂസ. അപ്പോളോ 14. ഇത് അലൻ ഷെപ്പേർഡ് ചന്ദ്രനിലേക്ക് ചരിത്രം, എഡ്ഗാർഡ് മിച്ചൽ എടുത്തൊരു ഫോട്ടോ. അപ്പോളോ 14 ശേഷം ചന്ദ്രൻ ഇറങ്ങി അപ്പോളോ 15. അത് ചന്ദ്രൻ ഇറങ്ങി വന്ന ഇയാൾ ഡേവിഡ് സ്കോട്ട്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങി ജെയിംസ് ഇർവിൻ. തിരിച്ചു വരാനുള്ള വാഹനം ധരിച്ചു ആൽഫ്രഡ് ബോർട്ടൺ. ഇതാണ് ഡേവിഡ് സ്കോട്ട്, ജെയിംസ് ഇർവിൻ, ആൽഫ്രഡ് ബോർട്ടൺ. ഈ അപ്പോളോ 15 പ്രത്യേകത ഉണ്ട്. ഇവരാണ് ആദ്യമായി മനുഷ്യൻ ഭൂമിയിൽ നിർമ്മിച്ച ഒരു ജീപ്പ് ചന്ദ്രനിൽ കൊണ്ടുപോയിട്ട് ഓടിച്ചത്. ജീപ്പിന് നമ്മൾ പറയുന്ന പേര് ലൂനാർ റോവർ. ലൂനാർ റോവർ. വില 88 ലക്ഷം രൂപ. ഇന്ധനം, ബാറ്ററി. തിരിച്ചു ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരില്ല, ചന്ദ്രൻ ഉപേക്ഷിച്ചിട്ടാണ് തിരിച്ചു പോയത്. തുരുമ്പ് പോലും പിടിക്കില്ല. എന്താ കാരണം? അവിടെ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെ? ലൂനാർ റോവർ. ഇത് അപ്പോളോ 15 ചന്ദ്രൻ എടുത്ത ഓരോ ചിത്രങ്ങളാണ്. അപ്പോളോ 15 നിങ്ങൾ കണ്ടിട്ട് ഒരേമാതിരി തോന്നുന്നുണ്ട് അല്ലെ? ആ ചന്ദ്രനൊന്നും പെയിന്റ് അടിച്ച ബിൽഡിംഗ് അടയാളം വെക്കാൻ ചേർത്തോണ്ടാണ്. അങ്ങനെ അപ്പോളോ 15 ശേഷം ചന്ദ്രൻ ഇറങ്ങി അപ്പോളോ 16. അത് ചന്ദ്രൻ ഇറങ്ങി വന്ന ഇയാളുടെ പേര് ജോൺ യങ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങി ചാർലി ഡ്യൂ. തിരിച്ചു വരാനുള്ള വാഹനം ധരിച്ചു തോമസ് കെ മാറ്റിംഗ്ലി. ഇയാളാണ് ജോൺ യങ്, ചാർലി ഡ്യൂ, തോമസ് കെ മാറ്റിംഗ്ലി. ഈ ജോൺ യങ്ങിന് പ്രത്യേകത ഉണ്ട്. അമേരിക്ക ശൂന്യാകാശത്തേക്ക് അയച്ച മെർക്കുറി, ജെമിനി, അപ്പോളോ, സ്പേസ് ഷട്ടിൽ എന്നീ വാഹനങ്ങൾ 2 പ്രാവശ്യം ശൂന്യാകാശ യാത്ര വ്യക്തിയാണ് ജോൺ യങ്. മാത്രമല്ല ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ നേരം ഇറങ്ങി നടന്ന വ്യക്തി കൂടിയാണ് ജോൺ യങ്, ജോൺ W. യങ്. ഇവരും കൊണ്ടുപോകുന്നത് ചന്ദ്രൻ ഓടിക്കാൻ വേണ്ടി ഒരു ജീപ്പ്. കാരണം ആദ്യത്തെ ജീപ്പ് അവർ ഉപയോഗിക്കുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ ആ ജീപ്പ് ഓടിച്ച് അവർ ഭൂമിയിൽ നിന്ന് പരിശീലനം നടത്തുമ്പോഴത്തെ ഒരു ഫോട്ടോയാണ്. കാരണം ഇവിടെ നിന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു പോകണം. ചന്ദ്രൻ പോയിട്ട് അതിനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ അപ്പോളോ 16 ചന്ദ്രൻ എടുത്ത ഓരോ ചിത്രങ്ങൾ. അപ്പോളോ 16 ജോൺ W. യങ്, ജോൺ വാട്സ് യങ്. അങ്ങനെയാണ് ഇവരാണ് അവസാനമായി ചന്ദ്രൻ ഇറങ്ങിയത് അപ്പോളോ 17. അത് ചന്ദ്രൻ ഇറങ്ങി വന്ന ഇയാളുടെ പേര് യുജീൻ സർമാൻ. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങി ഹാരിസൺ ജാക്ക് സ്മിത്ത്. തിരിച്ചു വരാനുള്ള വാഹനം ധരിച്ചു റൊണാൾഡ് ഇവാൻസ്. ഇതാണ് യുജീൻ സർമാൻ, ഹാരിസൺ ജാക്ക് സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ്. ഇവരും കൊണ്ടുപോയത് ചന്ദ്രൻ ഓടിക്കാൻ വേണ്ടി ഒരു ജീപ്പ്. അപ്പൊ ചന്ദ്രനിൽ ഇപ്പൊ എത്ര ജീപ്പ് ഉണ്ടാവും? 3 അല്ലേ? 2 കൊണ്ട് ഒരു വർഷോപ്പൊക്കെ തുടങ്ങിയത്. 2 എല്ലാവരും മുതലാവില്ലേ? ഇത് ജാക്ക് സ്മിത്ത് ചന്ദ്രന് പാറയും മണ്ണൊക്കെ ശേഖരിക്കുന്നതാണ്. അപ്പൊ ഈ പുറത്തുള്ള പെട്ട് ശ്രദ്ധിക്കണം. ഇതിനകത്താണ് കുടിക്കാനുള്ള വെള്ളം, ശ്വസിക്കാൻ വേണ്ട ഓക്സിജനും. പിന്നെ കയ്യിലെ സാധനം കണ്ടില്ലേ? ആ ചന്ദ്രന് പാറയും മണ്ണൊക്കെ കോരിയെടുക്കാനും അഥവാ വീണ് കഴിഞ്ഞാൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് നമ്മൾ പേര് പറയും ലൂനാർ റൈക്ക് എന്നാ പറയും. ലൂനാർ റൈക്ക്, RAK, ലൂനാർ റൈക്ക്. ഇനി ഞാൻ നിങ്ങളെ ചന്ദ്രന്റെ ഒരു മാപ്പ് കാണിക്കാം. ഭൂമിയെ പോലെ ചന്ദ്രനുള്ള ഒരു മാപ്പ്. നമ്മൾ രാത്രിയിൽ കാണുന്ന ചന്ദ്രൻ. ഇതിൽ നമ്മൾ ചന്ദ്രനിറങ്ങിയ 6 സ്ഥലങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോളോ 11 ഇറങ്ങിയവിടെ
അപ്പോളോ 12 ഇവിടെ, 13 അറിയാം ഇല്ല, 14 ഇവിടെ, 15 ഇവിടെ, 16 ഇവിടെ, 17 ഇവിടെ. ഈ ഓരോ സ്ഥലത്തിന് നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. പേര് ഞാൻ പറയും, കേട്ടാൽ മതി, എഴുതണ്ട. അപ്പോളോ 11 ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. യെസ്. അപ്പോളോ 12 ഓഷ്യൻ ഓഫ് സ്റ്റോൺസ്. അപ്പോളോ 14 ഫ്രാമൗറ. അപ്പോളോ 15 ഹാർഡ്ലി അപ്പനൈൻ. അപ്പോളോ 16 ഡേക്കാർഡ്സ്. അപ്പോളോ 17 ടോറസ് ലിട്രോ. നമുക്ക് ഇതൊക്കെ ഒരു വച്ച അല്ലേ? പിന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഇനി മനുഷ്യൻ 6 പ്രാവശ്യമായിട്ട് ചന്ദ്രന് കൊണ്ടുവന്ന പാറയും മണ്ണും 382 കിലോയാണ്. 2118 തരം പാറയും മണ്ണും, മൊത്തം വെയിറ്റ് 382 കിലോ. അത് 2 ഗ്രാം തൂക്കമുള്ള ഒരു പാറയുടെ കഷ്ണം എനിക്ക് കാണാൻ വേണ്ടി ഒരു നാസയിൽ നിന്ന് അയച്ചു തരും. 42 ദിവസത്തിന് കടമായിട്ടാണ് തന്നത്. 42 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോ കാണാനുള്ള ചാൻസ് ഇല്ല. എന്റെ കയ്യിൽ CD പിടിച്ചു വെച്ചാൽ ഞാൻ സമയം ഉണ്ടെങ്കിൽ കാണിക്കാം. അഥവാ ഞാൻ അത് തിരിച്ചയച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ഞാൻ അതിന്റെ വില കൊടുത്താൽ മതി. എത്ര വില എന്നറിയോ? 2,34,000 രൂപ. തൂക്കം എത്ര ഗ്രാമാ? 2 ഗ്രാം. 2 ഗ്രാം സ്വർണ്ണത്തിന് ഇന്നത്തെ വില അനുസരിച്ച് 2,860 രൂപ കൊടുത്താൽ മതി അല്ലേ? അത് വേഗം തിരിച്ചയച്ചു. അതുകൊണ്ട് ഞാൻ അതിന് പകരം നിങ്ങൾക്ക് ചന്ദ്രന് കൊണ്ടുവന്ന കുറച്ച് പാറയുടെ ചിത്രങ്ങൾ കാണിക്കാം. കുട്ടികൾക്ക് പത്രം മതി. ഇതൊന്ന് മൊത്തം 2000 ഫോട്ടോ ആണ് ഞാൻ 10 കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊന്ന്. ഇത് ഇത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് വളരെ ചെറുതാ. ഇത് ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് വളരെ വലുതാക്കി ഫോട്ടോ എടുക്കുന്നതാണ്. ഈ വലുപ്പമുള്ള പാറുണ്ടെങ്കിൽ നമ്മൾ ലൂണാർ മോഡലൊന്നും മതിയാവില്ല. ടിപ്പറിലോർ ഇട്ടും പോണ്ടി അല്ലേ? ഇത് വേറൊന്ന്. കണ്ടാൽ നമുക്ക് സാധാരണ പല പലഹാരങ്ങളൊക്കെ ആയിട്ട് തോന്നും അല്ലേ? തോന്നണ്ട. ഇത് ഓരോന്നിനും ഇവരെ നമ്പർ ഇട്ടുണ്ടാവും. നൈട്രജൻ നിറച്ച ഫില്ല് ചെയ്ത ബോക്സിലാണ് സൂക്ഷിക്കുക. കാരണം നൈട്രജന്റെ പ്രത്യേകത ലെസ് റിയാക്റ്റീവ് ആണ്. രാസപ്രവർത്തനം വളരെ കുറച്ച് നടത്തുള്ളൂ എന്നാണ് എന്റെ കണക്ക്. അവിടെ ഇപ്പോഴും ഏകദേശം ചന്ദ്രൻ ആ ഫ്രഷ്നെസ് ഉണ്ടാവുന്നതാണ് അതിന് കണക്ക്. ഉണ്ടല്ലേ? ഇതൊക്കെ ചന്ദ്രൻ ഒക്കെ വ്യത്യസ്ത സ്ഥലം സാമ്പിളുകളാണ്. ഇത് ചന്ദ്രൻ മണ്ണാണ്. ഇതാ ഈ പാറയിൽ നിന്നുള്ളൊരു കഷ്ണമാണ് അന്ന് അവരെനിക്ക് തന്നിരുന്നത്. അപ്പോളോ 16 കൊണ്ടുവന്ന ഹൗസ് റോക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരു പാറയുടെ കഷ്ണം. ഇനി ഇവരുമായി ഞാൻ നിരന്തരം ബന്ധപ്പെടുന്നവർക്ക് ഇവരെ കഴിഞ്ഞ് ഞാൻ ഒരുപാട് വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന കുറെ വസ്തുക്കളുണ്ട്. അത് ഞാൻ 2-3 കൊണ്ടുവന്നിരുന്നു കാണിക്കാം. അതിലൊന്നും ഇത് ആദ്യമായി ചന്ദ്രൻ ഇറങ്ങിയ നീൽ ആംസ്ട്രോങ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ ഒപ്പിട്ട് എനിക്ക് അയച്ചുന്ന അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് നീൽ ആംസ്ട്രോങ്. ഇത് അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങിയ എഡ്വിൻ ആൽഡ്രിൻ, അദ്ദേഹത്തിന്റെ കയ്യോ. തിരിച്ചൊരാളുടെ വാഹനം നിറച്ച മൈക്കൽ കോളിൻസ്, അദ്ദേഹത്തിന്റെ കയ്യോ. ഇത് അപ്പോളോ 14 ചന്ദ്രൻ ഇറങ്ങിയ എഡ്ഗാർ മിച്ചൽ, അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്. ഇത് അവസാനം ചന്ദ്രൻ ഇറങ്ങിയ യുജീൻ സർനാൻ, അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്. ഇത് അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങിയ ഹാരിസൺ ജാക്ക് സ്മിത്ത്, അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്. ഇത് കൽപ്പനായാവളക്ക് ശേഷം ബഹിരാകാശ യാത്രത്തിൽ ഇന്ത്യൻ വനിത സുനിത വില്യംസിന്റെ കയ്യൊപ്പ്. എന്നാൽ ഈ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായി കണക്കാൻ ഈ ഒരു കയ്യൊപ്പാണ്. അബ്ദുൽ ഗഫൂർ ഗേവിയം ബെസ്റ്റ് റിഗാർഡ്സ് ജോണിയാൻ. ആരാ ജോണിയാൻ? ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ നേരം കറങ്ങി നടന്ന വ്യക്തി. ഇനി ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ അടുത്ത കാലത്ത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. കൊളംബിയ ആ മരിച്ച 7 പേര് കൽപ്പന ചാവള ഉൾപ്പെടെ. ഇതും വളരെ വെടിപ്പുള്ള ഒരു ഫോട്ടോ ഞാൻ പോകുന്നതിന് മുമ്പ് അയച്ചെന്നാണ്. ആ 7 പേര് അവിടെ ഫോട്ടോയുടെ മുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ ഒപ്പിന് കിട്ടുമോ? എന്ത് പറ്റി? മരിച്ചുപോയില്ലേ? ഇനി ആ മരിച്ച 7 പേരുടെ ഒറ്റക്കുള്ള ഫോട്ടോ ഞാനൊന്ന് കാണിക്കാം. അത് മരിച്ച ഒന്ന് ഇയാള് റിക് ഹസ്ബൻഡ്, മൈക്കൽ ആൻഡേഴ്സൺ, ഡേവിഡ് ബ്രൗൺ, വില്യം മക്കൂ, ഇലൻ റാമൺ, ലോറൽ ബ്ലയർ ധാരാ കൽപ്പന ചൗള. കൽപ്പന ചൗളക്ക് മുമ്പ് ബഹിരാകാശ യാത്ര നടത്തി നമ്മുടെ ഇന്ത്യക്കാരുണ്ടായിരുന്നു. രാകേഷ് ശർമ്മ. മൂപ്പത് പോയത് റഷ്യയുടെ കൂടെ, ചൗള പോയത് അമേരിക്കയുടെ കൂടെ. രാകേഷ് ശർമ്മയെ ഓർക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു വ്യക്തിയെ കൂടെ ഓർക്കേണ്ടതായിരുന്നു. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ മറന്നു പോവുക ചെയ്ത്. ഈ ഫോട്ടോ ആരെന്ന് ആയിരിക്കും പറയാൻ പറ്റുമോ? രവീഷ് മൽഹോത്ര. ആരാ രവീഷ് മൽഹോത്ര? രാകേഷ് ശർമ്മ ശൂന്യാകാശത്ത് പോകുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ പരിശീലനം നൽകപ്പെട്ട വ്യക്തിയാണ് രവീഷ് മൽഹോത്ര. അപ്പോ ഒരാൾക്ക് പരിശീലനം നൽകുമ്പോൾ അതേപോലെ തന്നെ പരിശീലനം മറ്റൊരാൾക്ക് കൂടെ നൽകാൻ ബാക്കപ്പ് ക്രൂ എന്നാ പറയും. അപ്പൊ രാകേഷ് ശർമ്മ ശൂന്യാകാശത്തിൽ പോകാൻ എന്തെങ്കിലും അസൗകര്യം വരികയാണെങ്കിൽ പകരം പോകാനുള്ളതായിരുന്നു രവീഷ് മൽഹോത്ര.